ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. കൊച്ചിയിൽ കാക്കനാട് വെച്ച് മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ആക്രമണ ശ്രമം. കരിങ്കൊടി കാണിക്കാനെന്ന വ്യാജേന മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി. പ്രവർത്തകനെ പോലീസ് എത്തി ബലമായി പിടിച്ചു മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെയുണ്ടായ അക്രമം അപലപനീയമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസ് ചില വ്യക്തികളെ ഉപയോഗിച്ച് അക്രമ പ്രവർത്തനം നടത്തുകയാണ്. മുഖ്യമന്ത്രി എവിടെ സഞ്ചരിച്ചാലും ആക്രമിക്കാൻ ശ്രമിക്കുക എന്നത് കോൺഗ്രസ് ഒരു അജണ്ടയാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നാൽ കരിങ്കൊടി പ്രതിഷേധം തുടരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ തടഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രിക്ക് നേരെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അതിര് കടക്കുന്നു. AICC അംഗമായിട്ടുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ ബോസ്, അതുപോലെ തന്നെ ജെക്സി തോമസ്, അതുപോലെ ശ്രീ M ജയചന്ദ്രൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ ഉള്ളത്. ശ്രീ അനിൽ ബോസ്, ഇന്നിപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ ശക്തമായ ഒരു വിമർശനം ഈ കാക്കനാട്ടെ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി എവിടെ സഞ്ചരിച്ചാലും ആക്രമിക്കാൻ ശ്രമിക്കുക എന്ന നിലയിലേക്ക് സമരരൂപം മാറ്റുക, അല്ലെങ്കിൽ സമരത്തെ ഈ രൂപത്തിൽ ചില വാർത്താ പ്രാധാന്യമുള്ളതാക്കാൻ ശ്രമിക്കുക എന്നതാണോ കോൺഗ്രസ് ഇതിലൂടെ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത്? അതാണ് ശ്രീ കോടിയേരി ഇന്ന് ചോദിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ നടന്നു വരുന്ന പ്രതിഷേധങ്ങൾ ഞങ്ങൾ തുടരും. മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി കാണിക്കുന്നതോ പ്രതിഷേധ മുദ്രാവാക്യം എക്കോ ഉണ്ട്, ശരത്തെ എക്കോ ഉണ്ട്, അല്ലാത്ത എക്കോ ഉണ്ട് കേട്ടോ. ക്ലിയർ ചെയ്യാം. അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നതും പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുന്നതും ജനാധിപത്യ ക്രമത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അവകാശമാണ്. പ്രതിഷേധമുള്ള എല്ലാവരുടെയും അവകാശമാണ്. ആ പ്രതിഷേധം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാന മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ നേരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല. ഒന്ന്, ഞാൻ ആ ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി, ഓരോ മേഖലയും ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പോൾ അത്ര പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ദാവൂദ് ഇബ്രാഹിം വരുന്നത് പോലെയാണ്, ചോട്ടാ രാജൻ വരുന്നത് പോലെയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിജയൻ കടന്നു വരുന്നത് എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്ന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലാളിത്യം വേണമെന്ന നിഷ്കർഷയോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി അധികാരത്തിൽ വന്നിട്ടുള്ള ഒരാൾ ഇത്രയും ആഡംബരം എന്തായി കാണിച്ചു കൂട്ടുന്നത്? അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഭീകരപ്രവർത്തനം നടക്കുന്ന അതിർത്തികളിലൂടെയാണോ? ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണോ? കേരളത്തിൽ ജനഹിതം അറിഞ്ഞ് പ്രവർത്തിക്കാത്തൊരു ഭരണാധികാരിക്കെതിരെ മുദ്രാവാക്യം മുഴക്കുകയും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നതിനപ്പുറം മറ്റെന്താണ് നടക്കുന്നത്? ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പരിചയമില്ലാത്തതാണോ ഇത്തരം സമരങ്ങൾ? അവർ ചെയ്യാത്ത സമരങ്ങളാണോ? ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടുള്ള എത്രയോ സമരങ്ങൾ UDF ഗവൺമെൻറ്റിനെതിരെ, ഞാൻ പഴയ കാലങ്ങളെല്ലാ ആളുകളും ആവർത്തിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആളുകളെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ. ഇവിടെ മുഖ്യമന്ത്രി തൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നാട്ടിൽ 144 പ്രഖ്യാപിക്കുന്നത് പോലെയാണ്. ആൾക്കാർ കൂട്ടം ചേരാൻ പാടില്ല, വഴിയിൽ നിൽക്കാൻ പാടില്ല, ഒരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കാൻ പോലും ഉള്ള അവകാശം, വെള്ള ഷർട്ടും മുണ്ടുമിട്ട് ഒരു പെന്തക്കോസ്ത് സുവിശേഷ പ്രവർത്തകൻ വന്ന് നിന്നാൽ പോലും അവരെ കോൺഗ്രസ്സാന്ന് പറഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയാണ്. ഇത് ഏത് രാജ്യമാണ്, ഏത് നാടാണ് നമ്മുടേത്? ഇത്രയും ധിക്കാരപരമായ, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന, ജനങ്ങളെ കരുതൽ തടങ്കലിലാക്കുന്ന ഒരു സർക്കാർ, ഇത് ഫാസിസ്റ്റ് നടപടിയല്ലേ? ഈ ഫാസിസ്റ്റ് നടപടിക്കെതിരെ സ്വാഭാവികമായും പ്രതിപക്ഷത്തെ രാഷ്ട്രീയ സംഘടനകൾ സമരം ചെയ്യില്ലേ? ആ സമരത്തെ അങ്ങനെ വേണ്ടേ കാണാൻ? സമരങ്ങളെ അങ്ങനെ വേണ്ടല്ലേ കാണാൻ? പോസിറ്റീവായി കാണണ്ടേ ഒരു ജനപ്രതിനിധി, ജനനേതാവ്? ക്രിയാത്മകമായി ഉയർന്നു വരുന്ന വിമർശനങ്ങളെ ഉൾക്കൊണ്ട് തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അല്ലാതെ കൊള്ളക്കാർ സഞ്ചരിക്കുന്നത് പോലെ 10-40 കാറും ചുറ്റും AK-47 തോക്കുമായി നടക്കുന്ന ഒരു രീതി കേരളത്തിന് ഉചിതമാണോ? ഒരു ഭരണാധികാരിക്ക് ഉചിതമാണോ? നമ്മളെപ്പോലെ സാംസ്കാരിക സമ്പന്നമായ ഒരു നാട്ടിൽ അത് ഇതാണ് ശ്രീ അനിൽ ബോസിന്റെ ആദ്യ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട്. ജേക്കബ്, അതിനു മുമ്പ് ശ്രീ അനിൽ ബോസ് പക്ഷേ
രാഷ്ട്രീയമായി ആ സാഹചര്യത്തെ അനുകൂലമാക്കിയെടുക്കാൻ വേണ്ടി വെച്ച പ്രാഥമിക വാദത്തിനൊക്കെയുള്ള അവസരം താങ്കളുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് വളരെ അനുചിതമായൊരു താരതമ്യം താങ്കളുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളത് തെറ്റായ ഒരു പ്രവണതയാണ്. അത് ആ നിലയിൽ ശരിയല്ലാത്തതാണ്. അതൊരു ചർച്ചയിലും ആരും എവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ നമ്മളെ നയിക്കാൻ ഉത്തരവാദപ്പെട്ട പദവികളാണ്. ആ പദവിയിലിരിക്കുന്ന ആളുകളെയൊക്കെ ആ അർത്ഥത്തിൽ ഇകഴ്ത്തിക്കാട്ടി, വ്യക്തി എന്നത് മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് രാഷ്ട്രീയമായി വ്യക്തികളെ വിമർശിക്കുമ്പോൾ തന്നെ ആ പദവി, മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന ഒരാളെ ഇനിയിപ്പോൾ നക്ഷത്രക്കാൽ എണ്ണുകയാണ്. നിങ്ങളുടെ പാർലമെൻറ്റിലെ അധിർ രഞ്ജൻ ചൗധരി, സോണിയാഗാന്ധി ഏറ്റവും തെറ്റായ പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അതൊന്നും ശരിയല്ല എന്ന് ഞാൻ താങ്കളോട് അത് കേട്ടിരുന്ന ഒരാൾ എന്ന നിലയിൽ ശ്രീ അനിൽ ബോസിനോട് പറയട്ടെ. ശ്രീ ജേക്സി തോമസ്, പക്ഷേ കോൺഗ്രസ് പറയുന്നതിൽ ഒരു കാര്യമില്ലേ? ശരത്തെ ഒരു സെക്കൻഡ് താങ്കൾക്ക് വിയോജിക്കാൻ ഈ ഡിബേറ്റ് നിയന്ത്രിക്കുന്ന ആളെന്നുള്ളതിൽ താങ്കൾക്ക് അവകാശമുണ്ട്. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എൻ്റേതാണ്. എൻ്റെ മുഖ്യമന്ത്രി ലാളിത്യത്തോടു കൂടി പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുഖ്യമന്ത്രി, അത് ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതെ, അങ്ങനെ പറയാലോ. ആയിരിക്കാം അദ്ദേഹം, LDF ആയിരിക്കാം അദ്ദേഹം. ഞാൻ അതല്ലല്ലോ പക്ഷേ അല്ലല്ല, അങ്ങനെയല്ല. ആ രാഷ്ട്രീയ നിരീക്ഷണത്തിലുള്ള അവകാശം പോകുന്നത് പോലെയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി പോകേണ്ടത്? അങ്ങനെ മാത്രമല്ലല്ലോ താങ്കൾ പറഞ്ഞത്. അങ്ങനെ മാത്രമല്ലല്ലോ പറഞ്ഞത്. അല്ല, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. ഒരു കൊള്ളത്തലവൻ പോകുന്നത് പോലെ പോകേണ്ട ഒരാളല്ല കേരളത്തിലെ മുഖ്യമന്ത്രി. ശരി, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അങ്ങനെ ഒരു വിശാലാർത്ഥത്തിലെ താരതമ്യം നടത്തിയാൽ പോലും അതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു നിൽക്കാം. പക്ഷേ ഒരു ഘട്ടത്തിൽ ശ്രീ അനിൽ ബോസ് അങ്ങനെയുമല്ല, അവിടെ നിന്നും കടന്ന് മുന്നോട്ട് പോകുന്ന നിലയിൽ ചില പരാമർശങ്ങൾ നടത്തിയെന്നത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിലുള്ള പൊതുവായ വിയോജിപ്പാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് അത് സ്വീകരിക്കാൻ തള്ളിക്കളയാം, അത് താങ്കളുടെ ജനാധിപത്യ ബോധത്തിനനുസരിച്ച് ഞാൻ വിടുകയാണ്, അത് വിഷയമല്ല. പക്ഷേ കാണുന്ന ആളുകൾക്ക് തോന്നാവുന്ന ഒരു അലോസരത്തെ കുറിച്ചുകൂടി ഞാനൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. എനിക്കൊരു ബുദ്ധിമുട്ടും താങ്കളെ കുറിച്ചില്ല. ശ്രീ ജേക്സി തോമസ്, മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അത് ഉണ്ടാവണമെന്നില്ല. ഒരു വിയോജിപ്പിനും പ്രസക്തിയില്ല ആ കാര്യത്തിൽ. ആയിക്കോട്ടെ, ആ സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. പക്ഷെ അത് ചൂണ്ടിക്കാട്ടേണ്ടതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് ചൂണ്ടിക്കാട്ടി എന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യം. അതവിടെ നമുക്ക് വിടാം. ബാക്കി മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ അത് പരാമർശിക്കണമെങ്കിൽ ആകട്ടെ. എനിക്ക് തോന്നുന്നു ജയ്ക്ക് അത് നോട്ട് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. ശ്രീ ജയ്ക്ക്, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശ്രീ ജയ്ക്ക്, ഞാൻ ഇടയ്ക്ക് രണ്ടോ മൂന്നോ തവണ പറയാൻ ശ്രമിച്ചു. ഇത് പ്രതിഷേധമല്ലേ, പ്രതിഷേധ സമരമല്ലേ? ഇങ്ങനെയല്ലേ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഈ നാട്ടിൽ മുമ്പും ഉണ്ടായിട്ടുള്ളത്? നേരത്തെ അനിൽ ബോസ് പറഞ്ഞത് കേട്ടില്ലേ? പ്രതിപക്ഷ നേതാവും പറഞ്ഞതാണ്, കരിങ്കൊടി പ്രതിഷേധം തുടരും, മുഖ്യമന്ത്രിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടേയില്ല. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി വളരെ ഗൗരവമുള്ള ഒരു വിമർശനം, ഗുരുതരമായ ആരോപണം മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രിയെ എവിടെ സഞ്ചരിച്ചാലും ആക്രമിക്കാൻ ശ്രമിക്കുക, അതിനൊരുപാട് മാനങ്ങളുള്ളതാണ്. അത് റോഡിലൂടെ സഞ്ചരിച്ചാലും വിമാനത്തിൽ സഞ്ചരിച്ചാലും എന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാറപ്പെട്ടതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കോടിയേരി സൂചിപ്പിക്കുന്നുണ്ട്. ആ നിലയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് വാദം ഇതാണ്, പ്രതിഷേധിക്കാൻ, ഈ വിധം പ്രതിഷേധ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? അതായത് ഇപ്പോൾ ഇന്നുകൂടെ ഉണ്ടായ പ്രതിഷേധങ്ങളെ കണക്കെടുക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ വിഷയങ്ങൾക്ക് 2-3 തലങ്ങളുണ്ട്. ഒന്ന്, ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാഹനം, കോൺവോയ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിന് നേരെ അൺഓർഗനൈസ്ഡ് കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനാ ഭാരവാഹിയായിട്ടുള്ള ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൻ്റെ അരികിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ചില്ലടിച്ച് തകർത്ത് അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമാണെന്ന് ബഹുമാനീയനായ കോൺഗ്രസ് പ്രതിനിധി സഹപാനലിസ്റ്റ് എന്ന നിലയിൽ അങ്ങ് കരുതുന്നുണ്ടോ? ഇതിന് തൊട്ടു മുമ്പുണ്ടായ അനുഭവം എന്താണ്? അതായത് കരയിലൂടെ നടക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല, വിമാനമാർഗത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് പുറപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക കർത്തവ്യ നിർവഹണം നടത്താമെന്ന് തീരുമാനിച്ചാൽ വിമാനത്തിനുള്ളിൽ കയറി സ്വാഭാവിക പ്രതിഷേധം, അതാണ് നിങ്ങളുടെ കണ്ടുപിടുത്തം. നിങ്ങളുടെ കുട്ടികൾ നടത്തുന്ന സ്വാഭാവിക പ്രതിഷേധം വിമാനത്തിനുള്ളിൽ ഉണ്ടാകും. അതായത് നമ്മളുടെ നാട്ടിലെ ജനാധിപത്യ ബോധമുള്ള മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യായുസുകൾ ഈ ഘട്ടത്തിൽ തിരിച്ചറിയുന്നുണ്ട്, കേരളത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെ, ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ 91 സീറ്റോടുകൂടെ അധികാരത്തിൽ വന്നതിന് ശേഷം വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടെ ഹൃദയം പകർന്നു നൽകി കേരളം വീണ്ടും അധികാരത്തിലേറ്റിയ ഭരണാധികാരിയെ നിങ്ങൾ വിമാനത്തിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാനും പ്രവർത്തനം നടത്താനും സംസ്ഥാന ഭരണ കാര്യങ്ങളെ നയിക്കുവാനും നിങ്ങൾ സമ്മതിക്കുന്നില്ല. അദ്ദേഹം റോഡിൽ കൂടെ നടന്നാൽ ആ റോഡിൽ കൂടെയുള്ള സ്വതന്ത്രമായ അദ്ദേഹത്തിൻ്റെ ഒഴുക്കിനെ, അദ്ദേഹത്തിൻ്റെ യാത്രയെ ഞങ്ങൾ തടസ്സപ്പെടുത്തും, ആക്രമിക്കാൻ ശ്രമിക്കും, ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഈ അങ്ങേയറ്റം ദുരുദ്ദേശപൂർണമായ സമര ആഭാസങ്ങൾക്കാണ് നിങ്ങൾ ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചോദിക്കുന്ന ഘട്ടത്തിൽ ഏത് കോൺഗ്രസ് നേതാവും, അത് നമ്മളുടെ സഹപാനലിസ്റ്റ് മാത്രമല്ല,
KPCC പ്രസിഡന്റ് ആവട്ടെ, പ്രതിപക്ഷ നേതാവാകട്ടെ, ഇവർ പറയും ഞങ്ങളുടെ കുട്ടികൾ ചെയ്തൊരു പ്രതിഷേധമാണത്, നിങ്ങളാരും അത് കണ്ട് ഭയപ്പെടേണ്ടതില്ല, നിങ്ങളാരും അത് കണ്ട് അസാധാരണമായ പ്രയാസവും പ്രതിബന്ധവും നിങ്ങൾക്ക് നേരിടേണ്ടതില്ല. ഇങ്ങനെയാണോ പ്രതിഷേധത്തിന്റെ രീതി? സാധാരണഗതിയിൽ കേരളത്തിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ എത്രയോ പ്രതിഷേധങ്ങളുടെ ഭൂതകാലം കേരളത്തിലുണ്ട്. തിളച്ചു മറിയുന്ന സമരസാന്ദ്രമായ എത്രയോ ഇന്നലകൾ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. ആ ഓർമ്മകളുടെയൊക്കെ ഒരു സമരം പ്രഖ്യാപിച്ചാൽ ഒരു മന്ത്രിയെ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു, ഒരു മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന് നേരെ സൈമൺ കമ്മീഷന്റെ കാലയളവിൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടതിന് സമാനമായി കരിങ്കൊടി പ്രതിഷേധം ഉയർത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനൊക്കെ ഒരു തുടർച്ചയുണ്ട്. ആങ്കർ എന്ന നിലയിൽ അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ സമീപത്ത് നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രിയെ വിമാനത്തിനുള്ളിൽ ആക്രമിക്കാൻ ശ്രമിച്ച വാട്സപ്പ് ചാറ്റ് വെളിയിൽ വന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയിലിലാകുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ വീണ്ടും കരിങ്കൊടി എടുക്കും എന്ന പ്രഖ്യാപനമായിരുന്നത്. അതിന് തൊട്ടു മുമ്പുള്ള ദിവസം എന്തായിരുന്നു? കരിങ്കൊടി 4 മടക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ നമ്മുടെ നാട്ടിൽ കൂടെ നടന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തെ നല്ല നിലയിൽ ചലിപ്പിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോയി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ വാട്സപ്പ് ചാറ്റ് കൈയോടുകൂടെ പിടിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം വീണ്ടും സമരം ആരംഭിച്ചു. അപ്പൊ ഇടയ്ക്ക് സമരം അവസാനിപ്പിക്കും, ഇടയ്ക്ക് സമരം തുടരും, ഇടയ്ക്ക് സമരം വീണ്ടും അവസാനിപ്പിക്കും, ഇടയ്ക്ക് സമരം വീണ്ടും ശക്തി പ്രാപിക്കും. ഇങ്ങനെ സീസണൽ സമരത്തിന്റെ ഗതിയിലാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഈ സമരത്തെ കൊണ്ടുപോകുന്നത്. അത് ഒന്നാമത്തെ മാനം. പിന്നെ രണ്ടാമത്തേത്, ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുകയാണ്, ഇദ്ദേഹം ആരാണ്? സംഘടിത കൊള്ളത്തലവനെ പോലെയല്ലേ? അങ്ങയുടെ സംസ്കാരം എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാം, സംഘടിത കൊള്ളത്തലവൻ ആരായിരുന്നു? ഒരു ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷന്റെ മുമ്പാകെ മണിക്കൂറുകളോളം ന്യായാധിപ സംഘത്തിന്റെയും അഭിഭാഷകരുടെയും സാന്നിധ്യത്തിൽ വിചാരണയ്ക്കിരിക്കേണ്ട വന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെയും അവസാനത്തെയും മുഖ്യമന്ത്രിയെ നോക്കി അയാളല്ലേ സംഘടിത കൊള്ള സംഘ തലവൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ ചോദിക്കില്ല. ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി, ഈ സംവാദം ശ്രദ്ധിക്കുന്ന ജനങ്ങൾ വിലയിരുത്തട്ടെ. കള്ളത്തരം കൈയോടുകൂടെ പിടിക്കപ്പെട്ട് തങ്ങൾ മുഖാന്തരം സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് KPCC നേതാവ് വിളിച്ചു പറഞ്ഞ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണോ സംഘടിത കൊള്ള സംഘ തലവൻ? നമ്മുടെ കാലവും ചരിത്രവും പ്രേക്ഷക സമൂഹവും ജനങ്ങളും വിലയിരുത്തട്ടെ. പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ഒരാൾക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? AK-47 ഇത്രയധികം വാഹനങ്ങളോടുകൂടെ, ഇത്രയധികം സുരക്ഷാ സന്നാഹങ്ങളോടുകൂടെ രാജാധിപത്യത്തെ അനുസ്മരിക്കുന്നത് പോലെ ഇദ്ദേഹം സഞ്ചരിക്കുകയാണ്. എത്രയോ ദുർബലമായ, ചരിത്രപരമായി നീതികെട്ട വാദമാണ് കോൺഗ്രസ് പ്രതിനിധി അങ്ങ് ഉയർത്തുന്നത്. അങ്ങയുടെ ഓർമ്മയിലുണ്ടോ? അങ്ങ് ബോധപൂർവം മറന്നതാണെങ്കിൽ ഞാൻ ഈ പ്രേക്ഷക സമൂഹത്തെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനൊരു അവസരമായി ഞാൻ എടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? കേന്ദ്ര സർവീസിൽ നിന്ന് മാവോയിസ്റ്റുകളെ നേരിടുന്നതിന് പരിശീലനം സിദ്ധിച്ച സവിശേഷ കമാൻഡോകൾ, ആയുധധാരികളായ സവിശേഷ കമാൻഡോകളെ ഈ കേരളത്തിൽ കൊണ്ടുവന്ന് സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ. ആരാണെന്ന് കോൺഗ്രസ് പ്രതിനിധിക്ക് ഓർമ്മയില്ലേ? ഞാൻ പറയണോ? ഈ ചരിത്രം മറന്നിട്ടില്ലാത്ത കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പറയും, ആ മുഖ്യമന്ത്രിയുടെ കാലമായിരുന്നു 2011-16 കാലയളവ്. കരിങ്കൊടി സമരം ഉയർത്തിയതിന്റെ പേരിൽ ഈ തിരുവനന്തപുരത്ത് സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരന്റെ ജനനേന്ദ്രിയം തകർത്ത ഒറ്റ അനുഭവമേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എവിടെയാണെന്ന് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ? 2011-16 കാലയളവിൽ, നിങ്ങളുടെ കാലയളവിലാണ്. കറുത്ത കൊടി ഉയർത്തിയതിന്റെ പേരിൽ 5 പേരെ വെടിവെച്ച് കൊന്നുകളഞ്ഞ കാലം ഒറ്റത്തവണയെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കോൺഗ്രസ് പ്രതിനിധി ഓർക്കുന്നുണ്ടോ? അതപ്പോൾ ഏത് വാഴ്ചക്കാലമായിരുന്നു? ഏത് രാജാവിന്റെ വാഴ്ചക്കാലമായിരുന്നു? ഏത് തേർവാഴ്ചക്കാലമായിരുന്നു? കറുത്ത കൊടി ഉയർത്തിയതിന്റെ പേരിൽ 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നു കളഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ഇപ്പോഴും മരണത്തെയും തോൽപ്പിച്ച് ജീവിതത്തിന്റെ കരുത്തോടു കൂടെ ജീവിക്കുന്നു. ഈ നിങ്ങളാണോ ഇടതുപക്ഷ കാലയളവിനെ സംബന്ധിച്ച് രാജവാഴ്ചയെന്ന്, സംഘത്തലവൻ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട്? കേരളത്തിന്റെ ചരിത്രബോധമുള്ള ഒരു മനുഷ്യനും, അതിൽ കോൺഗ്രസ്സുകാരുമുണ്ട്, നിങ്ങൾ ഒഴികെയുള്ള കോൺഗ്രസ്സുകാർ പോലും ആ ചരിത്രം മറക്കില്ല. ഇവിടെ മാവോയിസ്റ്റുകളെ നേരിടാനുള്ള സായുധ സേനാ തലവന്മാരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നില്ല. സവിശേഷ പരിശീലനം ലഭിച്ച കമാൻഡോ സംഘത്തെ ഉപയോഗിക്കുന്നില്ല. കറുത്ത കൊടി ഉയർത്താൻ ശ്രമിച്ചവരെ വെടിവെച്ച് കൊന്നിട്ടില്ല, ശയ്യാവലംബിയായി മാറ്റിയിട്ടില്ല, ജനനേന്ദ്രിയം തകർത്തിട്ടില്ല, വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ നോക്കിയിട്ടില്ല. പക്ഷേ നിങ്ങളോ അതൊരു അവസരമായി കണ്ട് മുഖ്യമന്ത്രിയെ വിമാനത്തിനുള്ളിൽ കയറി ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കും. റോഡ് മാർഗം സഞ്ചരിച്ചാൽ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ചില്ലടിച്ച് തകർക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര കാലം മുമ്പോട്ടേക്ക് പോകാമെന്നാണ് നിങ്ങൾ കരുതുന്നത്? പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയെ ഉപദ്രവിച്ചിട്ടില്ല. ഇതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. മുഖ്യമന്ത്രിയെ ഉപദ്രവിച്ചിട്ടില്ല, ഞങ്ങൾക്ക് പ്രതിഷേധിച്ചുകൂടെ? അല്ല, ഇതിന്റെ ഒരു ഭൂതകാലം എന്താണ്? മുഖ്യമന്ത്രിയെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളത് വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് 19 കേസിൽ പ്രതിയായ
3 വധശ്രമ കേസിൽ പ്രതിയായിട്ടുള്ള മാന്യനായ യൂത്ത് കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാഞ്ഞെടുത്തപ്പോൾ നിയമസഭയിൽ ഇരുന്നുകൊണ്ട്, നിയമസഭയ്ക്ക് പുറത്ത് ഇരുന്നുകൊണ്ട് KPCC പ്രസിഡന്റും സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ അരുമ സന്താനങ്ങൾ, ഇങ്ങനെയാണ് പറഞ്ഞത്. ആരാണ് കുഞ്ഞുങ്ങൾ? ആരാണ് ഈ അരുമ സന്താനങ്ങൾ? 3 തവണ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ അഖില ലോക മാന്യൻ, 19 കേസിലെ സ്വന്തം ഹോം സ്റ്റേഷനിൽ പ്രതിയായിട്ടുള്ള പരമമാന്യൻ, ഇവർ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് പാഞ്ഞെടുത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെ മടിയിലിരുത്തി താരാട്ട് പാടാനാണെന്ന് കേരളത്തിൽ യുക്തിബോധമുള്ള ജനങ്ങൾ ചിന്തിക്കണം എന്നാണോ പ്രതിപക്ഷ നേതാവ് പറയുന്നത്? അങ്ങനെ ചിന്തിക്കണം എന്നാണോ KPCC പ്രസിഡന്റ് പറയുന്നത്? അതിന്റെ ബാക്കിയല്ലേ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധി ഉന്നയിക്കുന്നത്? നിങ്ങളുടെ ആകെ ലക്ഷ്യം ഏത് തറപ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ജീവനൊരു അപായം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ? ആ രൂപത്തിൽ 4 വാർത്ത വന്ന് പ്രതിഷേധത്തിന്റെ ചൂടും ചൂരും എന്ന നിലയിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെ താരാട്ടുപാട്ട് കേട്ട് ഒരു ലൈം ലൈറ്റിൽ എത്ര കാലം നിൽക്കാൻ വേണ്ടി കഴിയും? ഇതാണ് നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. ആവർത്തിച്ച് പറയുന്നു, മാധ്യമ മുതലാളിമാരുടെ മേശയിൽ നിന്ന് വീഴുന്ന എല്ലിക്കഷ്ണം തിന്നുകൊണ്ട് ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾ കൂടുതൽ അബദ്ധത്തിലേക്ക് പോകത്തേയുള്ളൂ. നിങ്ങൾ തിരുത്താൻ തയ്യാറായാൽ നിങ്ങൾക്ക് അല്പം കൂടെ ആയുസ്സുള്ള കേരളം നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഇവിടെ ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ അനിൽ ബോസും അതുപോലെ തന്നെ ശ്രീ ജയ്ക്കും മുന്നോട്ട് വെച്ച വാദങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അനിൽ ബോസ് ഒരു ഘട്ടത്തിൽ തുടക്കത്തിൽ ഈ ദാവൂദ് ഇബ്രാഹിം, ഛോട്ടാ രാജൻ ഇവരുടെയൊക്കെ വരവ് പോലെയാണ് എന്ന നിലയിലേക്ക് പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിഷേധം, സമരരീതി, സമരരീതി, അത് രണ്ട് പ്രസക്തമായ ഭാഗങ്ങളാണ്. അതിൽ സമരരീതിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ആ സമരരീതിയിൽ ഒരു പിശകുമില്ല എന്ന നിലയിൽ കോൺഗ്രസ് നിൽക്കുകയും ചെയ്യുന്നു. അവിടെയാണ് ഏറ്റവും പ്രശസ്തമായ നിലയിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന നിലയിലേക്ക് ഈ നേതാക്കൾ പറഞ്ഞത് അവരുടെ പശ്ചാത്തലം, അതിൻ്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം, അത് അങ്ങനെയുള്ള ആളുകൾ ഒരു സമരരംഗത്തിൻ്റെ മുൻപന്തിയിലേക്ക് വന്നാൽ ഉണ്ടാകാവുന്ന അപായങ്ങൾ എങ്ങനെയൊക്കെ. ഇന്ന് തന്നെ കാക്കനാടുണ്ടായ സംഭവം ആ നിലയിലാണ്. ഇപ്പോൾ ഒരു സമരത്തിൻ്റെ തുടർച്ച യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നില്ല. സമരത്തിൻ്റെ തുടർച്ചയുണ്ട് എങ്കിൽ ഈ കരിങ്കൊടി പ്രതിഷേധങ്ങളെ കാര്യമായി പ്രതീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇതിലും ശക്തമായി സ്വാഭാവികമാണ് ഭരണത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് നാടിൻ്റെ മുഖ്യമന്ത്രിയെ കാത്ത് സംരക്ഷിക്കുക എന്നുള്ള നിലയിൽ പെരുമാറുക എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ജയ്ക്ക് പറഞ്ഞ പോലെ തോന്നുന്ന സമയങ്ങളിൽ സമരം ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ആ വീഡിയോ ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങി. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്ന കൃത്യം സ്പേസിൽ വാഹനത്തിന് മുമ്പിലേക്ക് ചാടി വീഴുക. ഇനി അതിൻ്റെ മറുഭാഗം ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചാടി വീഴുന്ന ഒരാൾക്കൊരു അപായം ഉണ്ടായാൽ എന്താകും സ്ഥിതി? അപ്പോൾ ഈ സമരരീതി എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി രാഷ്ട്രീയമായി പക്വമായ ഒന്നായി മാറേണ്ടതല്ലേ? ഇത് ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ദിശയും ദിശാബോധവുമില്ലാത്ത ഒരു സമരമാണ് ഇപ്പോൾ പ്രതിപക്ഷം നയിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളതാണ്. വെക്കാനുള്ള ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. അതാണ് അനിൽ ബോസ് പറഞ്ഞത്. ഒരേ ഒരു അജണ്ട, മുഖ്യമന്ത്രിയെ പരമാവധി അപഹാസ്യമായി ചിത്രീകരിക്കുക. അദ്ദേഹം എന്തോ വലിയ ഒരു കുഴപ്പക്കാരനാണ്, വലിയ അകമ്പടിയോടുകൂടി കൊള്ളക്കാരെ പോലെ എന്നാണല്ലോ അനിൽ ബോസ് പരാമർശിച്ച പദം. അതാണല്ലോ, അങ്ങനെയൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വൃഥാശ്രമം. പക്ഷേ ഇത് മറ്റു ചിലതിനോട് ചേർത്ത് വായിക്കാതെ നിവൃത്തിയില്ല. അടുത്ത ദിവസമാണല്ലോ ചിന്തൻ ശിബിർ സമാപിച്ചത്. അത് ചിന്തൻ ശിബിർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പും ആ ദിവസവും അതിന് ശേഷവും വന്ന പ്രധാനപ്പെട്ട പ്രതികരണം എന്തായിരുന്നു? CPM-ന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു, വലതുപക്ഷ സ്വഭാവം ആയിരിക്കുന്നു. അതുകൊണ്ട് ഇതാ കോൺഗ്രസ് വന്നിരിക്കുന്നു ഇടതുപക്ഷ സ്വഭാവത്തോടു കൂടി. ഇതാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കേരളീയ സമൂഹം അത് എടുത്തില്ല. അവരുടെ ആ വാചക കസർത്തുകൾ ആരും സ്വന്തം പക്ഷത്ത്, അല്ലെങ്കിൽ അവരെ എപ്പോഴും പൊലിപ്പിച്ചു നിർത്തുന്ന മാധ്യമങ്ങൾ പോലും അതിന് വേണ്ടത്ര ഒരു ഗൗരവവും പ്രാധാന്യവും കൊടുത്തില്ല. അപ്പോൾ അതിന് ശേഷമാണ് തിരിച്ചറിയുന്നത് ഇതുകൊണ്ട് കാര്യമില്ല. വീണ്ടും വാർത്താമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കണമെങ്കിൽ വീണ്ടും ഈ മീഡിയയുടെ പെറ്റ്സായി മാറണമെന്നുണ്ടെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ, അതിതാണ്. ഈ മാർഗം ഇന്ന് ഉപയോഗിക്കുമ്പോൾ ആലുവയിലും പിന്നെ കളമശ്ശേരിയിലും ചെയ്യാത്ത നടപടി കാക്കനാട് ചെയ്യുമ്പോൾ ഒരു മുദ്രാവാക്യം വേണ്ടേ? എന്താണ് മുദ്രാവാക്യം?
ആ മുദ്രാവാക്യം ഇവിടെ അനിൽ ബോസാണ് പറയുന്നത്, മുദ്രാവാക്യം ഇവിടെ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നില്ല മുദ്രാവാക്യം, യൂത്ത് കോൺഗ്രസോ പറയുന്നില്ല മുദ്രാവാക്യം, വി.ഡി. സതീശനോ KPCC പ്രസിഡന്റോ പറയുന്നില്ല മുദ്രാവാക്യം, UDF കൺവീനർ പറയുന്നില്ല മുദ്രാവാക്യം, ഘടകകക്ഷി നേതാക്കൾ പറയുന്നില്ല മുദ്രാവാക്യം. എന്തിനാണ് ഈ കരിങ്കൊടി എന്നുള്ളത് പറയാൻ ആളില്ല. കേരളം ഞങ്ങൾ ജീവിക്കുന്ന കേരളത്തിലാണ്, പ്രതിഷേധിക്കാൻ അവകാശമില്ലേ എന്നൊരൊറ്റ മറുചോദ്യമാണ് വരുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നിസ്സംശയം പറയാം, പ്രതിഷേധിക്കാൻ എല്ലാവർക്കും ഏത് സമൂഹത്തിലും ഏത് കാലത്തും അവകാശമുണ്ട്. കേരളം വളർന്നു വന്നതും ഈ നിലയിലായി നിൽക്കുന്നതിൻ്റെയും അടിസ്ഥാനം പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും തന്നെയാണ്. അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ അതിനൊക്കെ കാമ്പും കഴമ്പും ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ന് അനിൽ ബോസ് ദുർബലമായി പറയാൻ ശ്രമിക്കുന്ന ഈ പ്രതിഷേധത്തിൻ്റെ കാമ്പെന്താണ്, കഴമ്പെന്താണ്? ഒരു പ്രതിഷേധം നടത്തി ഒരു കോൺഗ്രസിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അസംഘടിത കോൺഗ്രസിൻ്റെ, അനിൽ ബോസിൻ്റെ ആ ഒരു ഇതിൽ വരുന്ന സംഘടനയുടെ പ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ ഗ്ലാസ്സിനിട്ട് ഇടിച്ചാൽ അത് പൊട്ടില്ല എന്ന് നമുക്കറിയാം. അത് വേറെ കാര്യം, ബുള്ളറ്റ് പ്രൂഫ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ എന്താണ് അത് പ്രതീകവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്? എന്താണ്? ഇതാ ഞങ്ങൾ ഇദ്ദേഹത്തിനെ ഇപ്പോൾ അനിൽ ബോസ് അതിന് പറയുന്ന ആ ഒരു വിശേഷണ പദം എനിക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കിയൊരു പദമുണ്ട് അനിൽ ബോസ്. സുഹൃത്തായതുകൊണ്ട് ഞാൻ പറയുകയാണേ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നല്ലേ പ്രയോഗിച്ചതെന്നാണ് അനിൽ ബോസ് ചോദിച്ചത്. ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ അനിൽ ബോസിനോട്, ബഹുമാനപ്പെടാത്ത അല്ലെങ്കിൽ ഞാൻ ബഹുമാനിക്കാത്ത മുഖ്യമന്ത്രി എന്ന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുമോ പറയാൻ? പിണറായി വിജയനെ എന്നല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭരണഘടനാ സ്ഥാപനത്തിരിക്കുന്ന ഒരാളിനെ നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നില്ല മിസ്റ്റർ, ഞാൻ ബഹുമാനിക്കാത്ത മുഖ്യമന്ത്രിയാണ് മിസ്റ്റർ പിണറായി വിജയൻ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ആ ഭരണഘടനാ സ്ഥാപനത്തിനെ അപമാനിച്ചുകൊണ്ട്? കഴിയില്ല. അപ്പോൾ ഇത് രാഷ്ട്രീയമില്ലാത്ത ആശയദാരിദ്ര്യത്തോടെ മാത്രമുള്ള ചില പ്രതികരണങ്ങൾ ജൽപ്പനങ്ങളായി മാറുന്ന രീതിയാണ്. അനിൽ ബോസിനെ പോലുള്ള ഒരു നേതാവിൻ്റെ നിന്ന് എനിക്കിഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ ആണ്, നേതാവാണ് അനിൽ ബോസ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, താങ്കളിൽ നിന്ന് ഇത്തരത്തിൽ ഒരു അധരവ്യായാമം ദൗർഭാഗ്യകരമാണ്. അത് ശരിയല്ല. നമുക്ക് രാഷ്ട്രീയം പറയാം. ഞാൻ കക്ഷി രാഷ്ട്രീയം പറയാനിരിക്കുന്ന ആളല്ല. അത് ജെയ്ക്ക് തോമസ് ഉണ്ട്, ജെയ്ക്ക് പറയും, നന്നായിട്ട് ഭംഗിയായിട്ട് പറയുന്നുണ്ടല്ലോ. ഞാൻ ഇത് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ബോധ്യത്തിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാമല്ലോ. ഇത് രാഷ്ട്രീയ പറച്ചിലല്ല. ഇത് പറയുന്നത് ഒരുതരം അസൂയ, കുശുമ്പ് എന്നൊക്കെ പറയാവുന്ന, ഇത് പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്നത് എന്താ? അതുകൊണ്ട് ഞാൻ പറയാം. പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്നത് കരുണാകരൻ്റെ തിരുത്തൽവാദ കാലം, കരുണാകരനെതിരെ വന്ന ഒരു തിരുത്തൽവാദ കാലമുണ്ടല്ലോ. എന്തായിരുന്നു ഒരു മുദ്രാവാക്യം? ശൈലി മാറ്റണം, ലീഡർ കെ കരുണാകരൻ ശൈലി മാറ്റണം എന്നായിരുന്നു ചെന്നിത്തല അടക്കമുള്ള പരേതനായ ജി കാർത്തികൻ അടക്കമുള്ളവരുടെ വാദം. ഇവിടെ നിങ്ങൾ പറയാതെ പറയാൻ ശ്രമിക്കുന്നത് ദുർബലമായി ഞാൻ പറയും ഞരങ്ങുന്നു എന്ന് പറയും. പിണറായി വിജയൻ ശൈലി മാറ്റണമെന്നാണ്. പക്ഷേ നേരിട്ടത് പറയാനുള്ള ധൈര്യമില്ല, തൻ്റെ ഇടമില്ല. അതുകൊണ്ട് ഞാൻ ആ പദം പ്രയോഗിക്കുന്നതിൽ എനിക്ക് തന്നെ ലജ്ജയുണ്ടെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ഹൂളിഗാനിസം എന്നേ പറയാൻ പറ്റൂ. മലയാളത്തിൽ പറഞ്ഞാൽ ഒന്നുകിൽ പോക്കർത്തരം എന്ന് പറയാം, അല്ലെ തെമ്മാടിത്തരം എന്ന് പറയാം. അതാണ് ഈ കാണുന്നത്. അത് ശരിയാണോ? അത്തരം ഹോളിഗാനിസം കൊണ്ടാണോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങളുടെ സ്വാധീനം ജനങ്ങൾക്കിടയിൽ വളർത്താൻ ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൗർഭാഗ്യകരം എന്ന് മാത്രമല്ല, അഹോ കഷ്ടം എന്നും കൂടെ പറയണം അനിൽ ബോസെ. അനിൽ ബോസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ സംസാരിച്ചത് കേട്ടോ. താങ്കൾ അങ്ങനെ പറയുന്നതിൽ വലിയ ഖേദമുണ്ട്. വളരെ ശക്തമായ വിമർശനമാണ് ശ്രീ അനിൽ ബോസ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ ചർച്ചയുടെ ഒരു രാഷ്ട്രീയ തലത്തിൽ ആകാം. പക്ഷേ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനോടുള്ള കോൺഗ്രസിൻ്റെ അസ്വസ്ഥത എത്രമാത്രം പുകഞ്ഞു നിൽക്കുന്നു എന്ന് നിങ്ങളുടെ ഈ സമീപകാലത്തെ ഓരോ പെരുമാറ്റവും പ്രകൃതവും ചെയ്തിയും ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അതേക്കുറിച്ചാണ് ശ്രീ എം ജയചന്ദ്രൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചൊരു കാര്യം. ഒന്ന് കാമ്പും കഴമ്പുമില്ലാത്ത സമരം, ജയ്ക്ക് പറഞ്ഞ പോലെ സീസണൽ സമരം, തോന്നുന്ന സ്ഥലത്ത് കരിങ്കൊടി, അങ്ങനെയുണ്ട് ഒരു സമരം. മുഖ്യമന്ത്രിക്കെതിരെ നിങ്ങൾ രാഷ്ട്രീയമായി സമരം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് സമരത്തിൻ്റെ തുടർച്ചയുണ്ടാവണം, അത് നിരന്തരം ചെയ്യാനാവണം. അല്ലാതെ ഞങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് അദ്ദേഹം കടന്നു പോകുമ്പോൾ അപായകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നതും വാഹനത്തിന് മുമ്പിൽ എടുത്തു ചാടുന്നതും അതിൻ്റെ ഗ്ലാസ്സിലിടിക്കുന്നതും അല്ല സമരം. കരിങ്കൊടി സമരത്തിൻ്റെ ഭൂതകാല രാഷ്ട്രീയം, അത് ചോരയിൽ മുക്കിയതിൻ്റെ ഭൂതകാല രാഷ്ട്രീയം ജയ്ക്ക് വിശദീകരിച്ചത് ഓരോന്നും കോൺഗ്രസിന് തിരിച്ചടിയാവുന്നതാണ്. നിങ്ങളുടെ സമരങ്ങൾ ആ രാഷ്ട്രീയത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് പോകുന്നതാകുന്നില്ല. പകരം നിങ്ങൾ ചില വ്യക്തികൾ, ഇന്ന് കോടിയേരി പറഞ്ഞ ഗുരുതരമായൊരു വാചകമുണ്ട്, ചില വ്യക്തികളെ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ്. അതെങ്ങനെ സമരമാകും? കഴിഞ്ഞോ ശരതിൻ്റെ ചോദ്യം? കഴിഞ്ഞതായിട്ട് തോന്നിയോ? ഇനി ഞാൻ സംസാരിക്കുമ്പോൾ, ജയചന്ദ്രൻ സംസാരിച്ച സമയത്തും
ജയ്ക്ക് സംസാരിച്ച സമയത്തും കാണിച്ച മാന്യത താങ്കൾ എന്നോട് കാണിക്കണം. നമ്പർ 1, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ നെഞ്ചിന് നേരെ കല്ലെറിഞ്ഞത് കേരളത്തിൽ ആരാണ്? ശരത്ത് പറ, ആരാ എറിഞ്ഞത് കല്ല്? ഏത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് എറിഞ്ഞത്? എന്നോട് ഇടപെടരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു, താങ്കൾ ഇടപെടലെന്ന് അതെ, ഞാൻ ഇടപെടുന്നില്ല എന്നാ പറഞ്ഞു. ഞാൻ പറയുന്നതിന് കൃത്യം അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തകൻ ഒരു മുഖ്യമന്ത്രിയുടെ കാറിൽ ഒന്ന് സ്പർശിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നു, നിങ്ങൾക്ക് ചൊടിച്ചു, നിങ്ങൾക്കത് ഭീകര പ്രവർത്തനമാണെന്ന് തോന്നി. പക്ഷേ കേരളത്തിൽ പാവങ്ങളിടയിൽ ഒരു പാറാവുമില്ലാതെ നടന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. രാത്രി പകൽ വ്യത്യാസമില്ലാതെ ആർക്കും കയറി ചെല്ലാൻ കഴിയുന്ന ഒരു ജനകീയനായ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. 30 ആണ്ടുകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാലും ഉമ്മൻചാണ്ടി നടന്നു പോകുന്ന വഴിയിലെ പൂഴിയും മണ്ണെടുത്ത് മുഖത്ത് പൂശാൻ യോഗ്യതയുള്ള ഒരു മാർക്സിസ്റ്റുകാരനും ഈ മന്ത്രിസഭയിലില്ല. നമ്പർ 1. നമ്പർ 2, ആ മുഖ്യമന്ത്രിയുടെ നെഞ്ചിന് നേരെ കല്ലെറിഞ്ഞപ്പോൾ കലങ്ങിയത് കോൺഗ്രസ്സുകാരൻ്റെ നെഞ്ചല്ല. ഈ രാജ്യത്തെ ജനങ്ങളുടെ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ, മാർക്സിസ്റ്റുകാരടക്കമുള്ളവരുടെ നെഞ്ച് കലങ്ങിയിട്ടുണ്ട് മിസ്റ്റർ ജയ്ക്ക്. നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ, കരിങ്കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് 5 പേരെ വെടിവെച്ച് കൊന്നില്ലേ എന്ന് ചോദിച്ചല്ലോ. ആരെ വെടിവെച്ച് കൊന്നു? എന്തിനു വെടിവെച്ച് കൊന്നു? സ്വാശ്രയ സമരത്തിന്റെ പേരിൽ. എന്താ താങ്കളുടെ സംഘടനയുടെ നിലപാട് സ്വാശ്രയ പ്രശ്നത്തിൽ, സ്വാശ്രയ വിഷയത്തിൽ? ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഈ സ്വാശ്രയ കോളേജിലല്ലേ പഠിച്ചത്? പാവപ്പെട്ട 5ഓളം ചെറുപ്പക്കാരെ കൊലക്കത്ത് ഇരയാക്കി കൊടുത്ത ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അന്നത്തെ CPM നേതാവിന്റെ മകൾ പഠിച്ചത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലല്ലേ ജയ്ക്ക്? മറുപടി പറ. പിന്നെ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ കരിങ്കൊടി കാണിച്ചു, അല്ലെങ്കിൽ പ്രതിഷേധം മുദ്രാവാക്യം വിളിച്ചു. അവൻ 19 കേസിൽ പ്രതിയാണെന്ന് സത്യസന്ധമായി ജയ്ക്കിന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ? താങ്കൾ എത്ര കേസിൽ പ്രതിയാണ്? താങ്കൾ പറ. താങ്കൾ ഒരു കേസിലും പ്രതിയല്ലേ? ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ താങ്കളുടെ പേര് കേസില്ലേ? ഞാൻ പറയുന്നു, 20ലധികം കേസില്ലെങ്കിൽ താങ്കൾ ആ പാർട്ടി പ്രവർത്തിച്ചു പോലും കാണില്ല. പാവപ്പെട്ട അനുയായികളെ തള്ളിവിട്ടതിന് ശേഷം ഒറ്റുകാരൻ എന്നുള്ള നിലയിൽ ഒളിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രതിയാകാതിരിക്കാൻ കഴിയൂ. മനസ്സിലായില്ലേ? പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്നവൻ നേതാവാണെങ്കിൽ അവന്റെ പേരിൽ കേസുണ്ടാവും. പ്രതിപക്ഷ പ്രവർത്തനം നടത്തുമ്പോൾ ഫർസീൻ മജീദിന്റെ പേരിൽ കേസുണ്ടെങ്കിൽ അവൻ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഊർജ്ജസ്വലനായ പോരാളിയായതുകൊണ്ടാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോയാൽ വധശ്രമത്തിന് കേസ് വരുമോ? അല്ല, വധശ്രമത്തിന് കേസെടുത്തിട്ട് കേരളത്തിലെ ഏതെങ്കിലും കോടതി അത് അംഗീകരിച്ചോ? ഫർസീൻ മജീദിനെതിരെ കേസെടുത്തിട്ട് കോടതിയിലല്ലേ കേസ്? കോടതിയിലായോണ്ടല്ലേ കേസിൽ പ്രതിയാവുന്ന അനിൽ ബോസ്? ഞാൻ എന്റെ ലളിതമായ സംശയമാണ്. ഞാൻ പറഞ്ഞു തരട്ടെന്ന്. നിങ്ങൾ 3 പേരും പറയുന്നതിന് മറുപടി പറയാൻ ഞാൻ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. 3 പേര് പറയുന്നതിന് മറുപടി പറയാനിരിക്കുന്ന ആളാണ് ഞാൻ. അല്ലല്ല, നിങ്ങൾ 3 പേര് പറയുന്നതിന് എന്റെ ഭാഗം പറയാൻ എനിക്കാണ് അവകാശം. ഞാൻ ചോദിക്കട്ടെ, ശബരിനാഥൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റിന്റെ വധശ്രമത്തിന് കേസെടുത്തിട്ട് എന്തുകൊണ്ട് കോടതിക്ക് മനസ്സിലായില്ല? ഫർസീൻ മജീദിനോടൊപ്പമുള്ള ആളുകൾക്കടക്കം കേസെടുത്തിട്ട് എന്തുകൊണ്ട് കോടതിക്ക് മനസ്സിലായില്ല? നിങ്ങൾ പറ. ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? കേരളത്തിന്റെ 3.5 കോടി ജനങ്ങളുടെ മഹാനായ മുഖ്യമന്ത്രിയെ കൊലപാതകം നടത്താൻ ശ്രമിച്ച ആളുകൾക്കെതിരെ എന്തുകൊണ്ട് വധശ്രമത്തിന് വകുപ്പിട്ടിട്ട് കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല? എന്നെ വിട്ടേക്ക്, കോൺഗ്രസ്സുകാരെ വിട്ടേക്ക്. ഇനി എൻ്റെ സ്നേഹിതൻ ജയചന്ദ്രൻ പറഞ്ഞു, ഞാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്, എനിക്ക് നല്ല ഇഷ്ടം തോന്നി അദ്ദേഹത്തോട്, എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളുമാണ്, ഞങ്ങൾ ഒരേ നാട്ടുകാരുമാണ്, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. ചിന്തൻ ശിബിറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ചിന്തൻ ശിബിർ വാർത്താ പ്രാധാന്യം കിട്ടിയില്ലെങ്കിൽ താങ്കൾ ദേശാഭിമാനി വായിച്ചതുകൊണ്ടായിരിക്കും കിട്ടാഞ്ഞത്. വളരെ കൃത്യമായിട്ട് പറയുക. ഞാൻ ഇവിടെ പറഞ്ഞ ഒരു വാക്ക് പോക്കൃതരമാണെന്ന് പറഞ്ഞല്ലോ, അത് വേറെ വല്ലയിടത്തും പോയി പറഞ്ഞാൽ മതി. എന്നോട് വേണ്ട ആ വേഷം കെട്ടൊന്നും. എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം സഭ്യമായ ഭാഷയിലാണ് ഞാനിവിടെ പറഞ്ഞത്. എന്നോട് പറയുന്നതിനേക്കാൾ മോശമായ ഭാഷ പ്രയോഗിക്കാൻ എനിക്കറിയാം. താങ്കളോട് സൗഹൃദമുള്ളതുകൊണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ താങ്കളെയും ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മനസ്സിലാക്കിയോ? പിന്നെ താങ്കളുടെ രാഷ്ട്രീയം ഞാനിങ്ങനെ പറയാം, താങ്കൾ നിഷ്പക്ഷനായ മാധ്യമപ്രവർത്തകനായിരുന്നൊരു കാലമുണ്ട്. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ വന്നുകൊണ്ട് താങ്കൾ ഈ ഗവൺമെന്റ് ന്യായീകരിക്കുന്നതുകൊണ്ട് പറയാം, താങ്കൾ നിഷ്പക്ഷത വിട്ടിട്ട് എത്രയോ കാലമായി? തോമസ് ചാണ്ടിയുടെ PRO ആയി വർക്ക് ചെയ്ത ആളല്ലേ നിങ്ങൾ? ഗവൺമെന്റിന്റെ ഭാഗമായി വർക്ക് ചെയ്ത ആളല്ലേ നിങ്ങൾ? ഗവൺമെന്റിനെ അനുകൂലിച്ച് ക്യാമ്പയിൻ നടത്തുന്ന ആളല്ലേ നിങ്ങൾ? ജയചന്ദ്രൻ എൻ്റെ സുഹൃത്ത്, എൻ്റെ സ്നേഹിതൻ, എൻ്റെ ജ്യേഷ്ഠൻ, ഞാൻ ബഹുമാനത്തോടു കൂടി പറയുന്നു. അതല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞ വർത്തമാനം പറയരുത്, ആക്ഷേപിക്കാൻ ശ്രമിക്കരുത്. ആക്ഷേപിച്ചാൽ തിരിച്ചാക്ഷേപിക്കും ഞാൻ. കൈരളിയുടെ പ്ലാറ്റ്ഫോമാണെന്ന് അറിഞ്ഞുകൊണ്ടും 4 പേർ പങ്കെടുക്കുമ്പോൾ അതിൽ 3 പേരും മാർക്സിസ്റ്റ് അനുകൂലികളാണെന്ന് അറിഞ്ഞുകൊണ്ടും ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. വളരെ കൃത്യമായി ഞാൻ പറയാം. ഇവിടെ മുഖ്യമന്ത്രിയുടെ വിമാനത്തിലെ സംഭവം പലവട്ടം ആവർത്തിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, LDF കൺവീനർ EP ജയരാജൻ, അല്ലല്ല ഒറ്റ മിനിറ്റൂടെ മതി, എനിക്ക് ഇനി സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. LDF കൺവീനർ EP ജയരാജൻ വിമാനത്തിൽ വെച്ച് പറഞ്ഞു മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്താണ് മുദ്രാവാക്യം വിളിച്ചതെന്ന്. പിന്നീട് മാറ്റി കള്ളം പറഞ്ഞത് ആരാ?
കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് പൊട്ടിത്തെറിച്ചത്രേ. ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞല്ലോ മുഖ്യമന്ത്രി ഇല്ലാത്തപ്പോഴാണ് എന്ന് പൊതുയോഗത്തിൽ പറഞ്ഞാൽ മാറ്റി പറഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകം ശരത്തിന് അറിയാമോ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത താങ്കൾക്ക് അറിയാമോ? നാളെ 1 മാസം പിന്നിടുകയാണ് AKG സെന്ററിന് മുന്നിൽ പടക്കമെറിഞ്ഞിട്ട്. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തേ പ്രതിയെ പിടിച്ചില്ല? നിങ്ങൾ പറ, കോൺഗ്രസ്സുകാരനാണ് പ്രതി എന്ന് പറഞ്ഞല്ലോ. അല്ലല്ല, കോൺഗ്രസ്സുകാരാണ് പ്രതി എന്ന് EP ജയരാജൻ പറഞ്ഞല്ലോ. പിന്നീട് സുകുമാരക്കുറുപ്പിനെ പിടിച്ചോ എന്ന് ചോദിച്ചല്ലോ. നാളെ 1 മാസം തികയാണ് ശരത്തെ. നാണക്കേടാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണം. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ആവശ്യപ്പെടുകയാണ്. സ്വന്തം പാർട്ടിയുടെ AKG പടക്കമെറിഞ്ഞ ഒരാളെ പിടിക്കാൻ കഴിയാത്ത ഒരു സർക്കാർ, എന്തിനൊരു സർക്കാർ? എന്തിനൊരു സർക്കാർ? ചോദ്യം മറുപടി വേണം. ജയ്ക്ക്. അതെ, അദ്ദേഹം ദീർഘമായ ഒരു രാഷ്ട്രീയ പ്രഭാഷണം തന്നെ ഇവിടെ കാഴ്ചവെക്കുകയുണ്ടായി. എനിക്ക് അതിനോടൊന്നും വിയോജിപ്പുണ്ടായിട്ടല്ല. പക്ഷെ അദ്ദേഹം അതിന്റെ ഭാഗമായി ഇവിടെ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും എന്റെ ഡ്യൂട്ടിയാണ്. എന്റെ നിലപാട് പറയേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. താങ്കൾക്ക് പ്രസംഗമായി തോന്നാം, പ്രഹസനമായി തോന്നാം. ശരി, ജയ്ക്ക് തുടരും. അല്ല, അങ്ങ് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത കാട്ടുന്നത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എന്നേക്കാൾ അസഹിഷ്ണുത ഇല്ലാത്തത് കൊണ്ട് ആ കൈരളിയിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് മനസ്സിലാക്കിക്കോ. ജയ്ക്ക് തുടരും. അല്ല, അങ്ങ് അവസാനിപ്പിച്ചാൽ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. നിർത്തിയെന്ന് വിചാരിക്കുന്നു. അനിൽ ബോസ് ഒരല്പനേരം ക്ഷമ കാണിക്കൂ പ്ലീസ്. ജയ്ക്ക്. ശരി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്നേക്കാൾ പ്രായത്തിലും അനുഭവത്തിലും പക്വതയും അനുഭവ സമ്പത്തും ഒക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച പല കാര്യങ്ങളും ഒന്നെങ്കിൽ പരിപൂർണ നുണകളും അർദ്ധസത്യങ്ങളുമായിരുന്നു എന്ന് ചരിത്രബോധമുള്ള ഏതു മനുഷ്യനും, ആ ചരിത്രബോധമുള്ള മനുഷ്യന്മാർക്കകത്ത് കോൺഗ്രസ്സുകാരില്ല എന്നുള്ളതല്ല, ചരിത്രബോധമുള്ള കോൺഗ്രസ്സുകാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അദ്ദേഹം ഇവിടെ സംസാരിച്ച വരവെ ചൂണ്ടിക്കാട്ടപ്പെടുകയുണ്ടായി. ഈ ഗ്ലാസ്സിലൊന്ന് സ്പർശിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ സ്പർശിക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? എങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ യുക്തിസഹമായ ബോധ്യങ്ങളുള്ള ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഇന്നുണ്ടായത് കേരള മുഖ്യമന്ത്രിയുടെ കോൺവോയ് വാഹനത്തിന് നേരെയുള്ള അതിക്രമവും അക്രമ സ്വഭാവത്തോടു കൂടെയുള്ള സമരവുമല്ല, മറിച്ച് അതൊരു സ്പർശന ശ്രമമാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ എത്രമേൽ ചർമ്മബലം ഉണ്ടാകണം, എത്രമേൽ പരിഹാസ്യമായ നിലയിൽ നമ്മൾ നമ്മുടെ ചിന്തകളെ ഇതിനുവേണ്ടി പണയം വെച്ചിരിക്കണം. ഞാൻ അത്ഭുതത്തോടു കൂടിയിട്ടാണ് അങ്ങയുടെ വാദങ്ങളെ കേട്ടത്. അതിന്റെ തുടർച്ചയിൽ അങ്ങനെ ഇടപെടാനാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, അങ്ങ് ഇടപെടുന്നില്ല എന്ന് പറയുകയും താങ്കൾ പറയുമ്പോൾ താങ്കളുടെ തൊലിക്കട്ടയെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമാവും. ജയ്ക്ക് തുടരൂ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. ശരി, ജയ്ക്ക്. പറയാത്ത കാര്യങ്ങൾ മനസ്സിലായി അനിൽ ബോസ്, അദ്ദേഹം പറയട്ടെ. കയ്യിൽ അടിച്ചിട്ടുണ്ടാകുന്നേ, ഇത് ചുരുങ്ങിയ ഭാഷയിൽ വാഹനത്തിൽ കൈമുട്ടിയിട്ടുണ്ടാകും. അനിൽ ബോസ് ആ ചെയ്തയാൾ റിമാൻഡിലേക്ക് പോവാണ്. ആയിക്കോട്ടെ, ഇത് ജയിക്കിന്റെ അവസരമല്ലേ? ജയിക്കിന്റെ അവസരമല്ലേ? സംസാരിച്ചോട്ടെ. അല്ല, ജയിക്ക് പറയുമ്പോൾ ഞാൻ പറയാത്തത് പറയരുത്. അല്ല, അത് വീണ്ടും താങ്കൾക്ക് അവസരം വരുന്നുണ്ടല്ലോ. അവസരം വരുമ്പോൾ താങ്കൾക്ക് ഖണ്ഡിക്കാം, താങ്കളുടേതായ വാദം വെക്കാം. അതാണല്ലോ ഇതിന്റെ ഒരു രീതി. അതെനിക്ക് വകവെച്ച് തരാൻ പറ്റില്ലല്ലോ. ജയ്ക്ക് പൂർത്തിയാക്കും. ജയ്ക്ക് തുടരൂ പ്ലീസ്. ഓക്കെ. അതായത് അങ്ങയുടെ അവസരത്തിൽ മറ്റാരും ഇടപെടാൻ പാടില്ല. മറ്റാളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരംഭിക്കുമ്പോൾ അവിടെയൊക്കെ കയറി ഇടപെടാം. അതാണ് നിങ്ങളുടെ മര്യാദ എന്ന് നിങ്ങൾക്ക് പറയുകയും ചെയ്യാം. എന്തായാലും ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. അങ്ങ് എന്തായാലും സമ്മതിച്ചല്ലോ അതൊരു പ്രതിഷേധമായിരുന്നു. ചില്ല് തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കും, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ചില്ല് തകർക്കാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടായി. അത് ഉണ്ടായത് ആദ്യമല്ല, ഇത് തുടർച്ചയിലാണ് ഉണ്ടാകുന്നത്. വിമാനത്തിനുള്ള പ്രതിഷേധത്തെ അങ്ങ് ന്യായീകരിക്കുകയാണ്. ആരാണ് വധശ്രമ കേസിൽ പ്രതിയാവാത്തത് എന്ന് അങ്ങേക്ക് വേണമെങ്കിൽ ഒരു വാദത്തിന് വേണ്ടി ഉന്നയിക്കാം. ഏതാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലം യൂത്ത് കോൺഗ്രസിന്റെ പോരാളിയായ അങ്ങീ പറഞ്ഞ ബഹുമാന്യനായ അഖിലലോക മാന്യനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന്. എന്നാൽ ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവേ, 2015 ആണ്ടിൽ വധശ്രമത്തിന് കേസെടുക്കപ്പെട്ടത് ഏത് കള്ളക്കേസാണ്? ആ 2015 ആണ്ടിലെ ആഭ്യന്തരമന്ത്രി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നോ? അങ്ങ് ഓർമ്മിക്കുന്നില്ലേ? അങ്ങയുടെ മുൻ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലം അങ്ങ് ഈ പറഞ്ഞ കാൽപാദം ചവിട്ടിയ മണ്ണ് ഞങ്ങൾക്ക് തൊടാൻ അവകാശമില്ല എന്ന് ബൈബിളിൽ സ്നാപക യോഹന്നാനെ അനുസ്മരിപ്പിക്കുന്നത് പോലെ അങ്ങ് പറഞ്ഞ ബഹുമാന്യനായ നേതാവ് മുഖ്യമന്ത്രിയായിരുന്ന കാലം, ആ കാലത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട മാന്യനാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ്. അപ്പൊ അത് കള്ളക്കേസാണോ?
അത് കള്ള പോലീസ് ആയിരുന്നോ? അത് കള്ള ആഭ്യന്തരമന്ത്രിയായിരുന്നോ? അങ്ങൊന്ന് പറഞ്ഞാട്ടെ. UDF-ന്റെയും LDF-ന്റെയും കാലം സാമൂഹ്യ വിരുദ്ധനായി ചാപ്പ കുത്തി ഇവിടെ ജീവിക്കാൻ സാമൂഹ്യ ബഹിഷ്കരണത്തിന് ഇരയാക്കേണ്ടവനാണ് എന്ന് ഒരേപോലെ ബോധ്യപ്പെടുത്തിയ ഒരു ക്രിമിനലാണ് നിങ്ങൾ ഈ പറഞ്ഞ വിമാനത്തിനുള്ളിലെ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയ അരുമ കുട്ടി, അരുമ സന്താനം. അയാളുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങൾ വന്നിരുന്നത്. കേസിൽ ആരാ പ്രതിയാകാത്തത്? ആളെ കൊന്ന കേസിലെ പ്രതിയായ കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു തവണയല്ല, 3 ആളുകളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി. LDF കാലത്തെ കേസല്ല, UDF കാലഘട്ടത്തിൽ എടുത്ത കേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങ് ഇനി ബാക്കി മറുപടി പറ. ഇതിന്റെ തുടർച്ചയിൽ അങ്ങ് പറയുകയാണ്, ഈ മുൻ മുഖ്യമന്ത്രി ചവിട്ടിയ മണ്ണ് ഞങ്ങൾക്ക് തൊടാൻ അർഹതയുണ്ടോ എന്ന്. ഞങ്ങളുടെ അഭിപ്രായത്തെ അങ്ങ് മുഖവിലക്കെടുക്കേണ്ട. മാനസിക വിഭ്രാന്തികളുള്ളയാൾ മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന കാലമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ഓർമ്മിക്കണം, അന്ന് കോടതിയുടെ സമക്ഷമിരുന്ന ന്യായാധിപൻ പറഞ്ഞു, ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണ് സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് സ്വന്തം ഓഫീസിൽ നിയന്ത്രണമില്ലേ? ആ കാലി ചവിട്ടിയ മണ്ണ് ഞങ്ങൾ എടുത്ത് പിടിച്ചു വെക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷനും ന്യായാധിപ സംഘത്തിനും മുമ്പാകെ മണിക്കൂറുകൾ വെട്ടി ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ വന്ന ഒറ്റ മുഖ്യമന്ത്രിയുള്ളൂ. ആ മുഖ്യമന്ത്രിയുടെ കാലി ചവിട്ടിയ മണ്ണ് KPCC ആഫീസിൽ കൊണ്ടുവച്ചാൽ മതി. ആ മണ്ണിന്റെ മാഹാത്മ്യവുമായിട്ട് പൊതുസംവാദ മണ്ഡലത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരേണ്ട. കള്ളമാഫിയായിക്കും കള്ളസ്വാമിക്കും ഭൂമാഫിയായിക്കും അവസാന ക്യാബിനറ്റിൽ ഭൂമി കേരളത്തെ തീരെഴുതി കൊടുത്ത മുഖ്യമന്ത്രി ആരായിരുന്നു? അയാൾ ചവിട്ടിയ മണ്ണ് പരിപാവനമാണെന്ന് KPCC ആഫീസിൽ ഇരിക്കുന്നവർക്ക് തോന്നും, മറ്റ് കേരളത്തിന്റെ പൊതുജനങ്ങൾക്ക് തോന്നുന്നില്ല. അതായത് കള്ളസ്വാമിക്കും ഭൂമാഫിയായിക്കും കള്ള സംഘത്തലവന്മാർക്കും കേരളത്തിന്റെ ഭൂമി വിറ്റ് തുളച്ചതിനെ തുടർന്ന് അന്നത്തെ KPCC പ്രസിഡന്റും ഇന്നത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് അങ്ങോർക്കണം. എന്താ? കടുംവെട്ടി ക്യാബിനറ്റ്. ആ കടുംവെട്ടി ക്യാബിനറ്റിന് കേരളത്തിൽ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി കാൽ ചവിട്ടിയ മണ്ണുണ്ടല്ലോ, നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ ഓഫീസിലും വെച്ചാൽ മതി, ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പോലും ആ മണ്ണിനെ പുച്ഛിച്ചു തള്ളും. അങ്ങേക്കറിയാവോ? നിങ്ങളുടെ KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ ആ മണ്ണിനെ പുച്ഛിച്ചു തള്ളും. അങ്ങേക്കറിയാവോ? ആ അനുഭവമുള്ള ആളെ സംബന്ധിച്ചാണ് ഇവിടെ വിശുദ്ധ വാഴ്ച അങ്ങ് ഇവിടെ ശ്രമിക്കുന്നത്. ഇത് കേരളത്തിന്റെ ഭൂതകാലം നല്ലവണ്ണം ബോധ്യം വന്നതുകൊണ്ടാണ് ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് ആ നേതാവിനെയും ആ നേതാവിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന UDF-നെയും വലിച്ചെറിഞ്ഞത്. പിന്നെ അങ്ങേക്ക് പ്രയാസം തോന്നും. ആ പ്രയാസം ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ അങ്ങേക്ക് കരഞ്ഞു തീർക്കാം. പിന്നെ 5 പേരെ വെടിവെച്ച് കൊന്നുകളഞ്ഞതിനെ കുറിച്ച് പറയുമ്പോ ആ വെടിവെച്ച് കൊന്നുകളഞ്ഞ കോൺഗ്രസ് കാട്ടാളത്തെ സംബന്ധിച്ച് അങ്ങേക്ക് മിണ്ടില്ല, അങ്ങയുടെ നാവ് പൊങ്ങില്ല, അങ്ങേക്ക് പൊള്ളലേൽക്കില്ല അല്ലേ? എന്നിട്ട് തിരികെ ചോദിക്കാണ്, സ്വാശ്രയ നയത്തിനെതിരെ ആയിരുന്നില്ലേ സമരം എന്ന്? അതിനെതിരെ ആയിരുന്നോ സമരം? കോൺഗ്രസ് നേതാവിന് ചരിത്രം അറിയില്ലേ? ഞാൻ ഓർമ്മിപ്പിക്കണോ? ഹക്കോ PB സാനിറ്റോറിയം, ഈ 2 സർക്കാർ അർദ്ധ സർക്കാർ ഏജൻസികളിൽ നിന്ന് വായ്പയെടുത്ത് നിർമ്മിച്ച പരിയാരം മെഡിക്കൽ കോളേജ് അപ്പനും അപ്പന്റെ മകൾ സുഭദ്രയും എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ട്രസ്റ്റിലേക്ക് കുടുംബ സ്വത്താക്കി മാറ്റാൻ ശ്രമിച്ചു. നിങ്ങൾ സർക്കാർ മുതൽ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പണിത കെട്ടിടം നിങ്ങളുടെ കുടുംബ സ്വത്താക്കി മാറ്റാൻ ശ്രമിച്ചപ്പോ ഉജ്ജ്വലമായ പ്രതിഷേധം ഉയർന്നു. കറുത്ത കൊടി കാണിച്ചു. ആ കറുത്ത കൊടി കാണിച്ചപ്പോ കറുത്ത കൊടി സർക്കാർ സ്വത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനെ കറുത്ത കൊടി കാണിച്ചപ്പോ ആ കൊടി ഉയർത്തിയ ചെറുപ്പക്കാർക്കെതിരെ വെടിവെച്ച് കൊന്നുകളഞ്ഞിട്ട് ഇവിടെ വന്ന് കോൺഗ്രസ് നേതാവ് പറയുക, നിങ്ങളുടെ മക്കൾ സ്വാശ്രയ കോളേജിൽ പഠിക്കുന്നില്ലേ? നിങ്ങളുടെ മക്കളുടെ മക്കൾ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നില്ലേ? അതിനെതിരെ അല്ലായിരുന്നു സമരം നിങ്ങൾ സർക്കാർ സ്വത്ത് കട്ടുകൊണ്ടുപോയ കോൺഗ്രസ് അനുഭവത്തിനെതിരെയായിരുന്നു. സർക്കാർ സ്വത്ത് കട്ടുകൊണ്ട് പോകുന്ന ചോദിച്ചപ്പോ ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നവരാണ് നിങ്ങൾ, അതിന്റെ രക്തക്കറ പറ്റിയവരാണ് നിങ്ങൾ. ആ നിങ്ങളാണോ ഇപ്പൊ വന്നിട്ട് കരിങ്കൊടി സമരത്തെ ഇങ്ങനെ ചെയ്യാവോ? ഞങ്ങൾ ഇങ്ങനെ കോൺവോ വാഹനവുമായി നടക്കാവോ? പോലീസ് സംഘത്തെ കൂട്ടുപിടിക്കാവോ? ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ലേ, ഒരു പാറാവുകാരന്റെ സെക്യൂരിറ്റി ഇല്ലായിരുന്നു പോലും അല്ലേ? അങ്ങ് പച്ചക്കള്ളം പറയല്ലേ? ചരിത്ര രേഖകളും നിയമങ്ങളും സാക്ഷിയാണ്. മാവോയിസ്റ്റുകളെ നേരിടാൻ കമാൻഡോ ശേഷി ഉണ്ടായിരുന്ന കേന്ദ്ര സംഘത്തെ വാടകയ്ക്കെടുത്തുകൊണ്ട് വന്ന് കേരളത്തിൽ സഞ്ചരിച്ചയാളാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി. ആ ചരിത്രത്തിന് നേരെ മറപിടിച്ചാൽ അത് ഇല്ലാതാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കുമ്പോൾ അങ്ങേക്ക് മിണ്ടാട്ടമില്ല. അങ്ങ് ആ സത്യത്തിന് നേരെ മുഖം ധരിക്കുന്നില്ല. ഇതായിരുന്നു കേരളീയ യാഥാർത്ഥ്യം. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ തിരുത്തും. ഇപ്പോഴുള്ള 40-ൽ നിന്ന് 14-ലേക്കോ 4-ലേക്കോ കോൺഗ്രസിന് പോകേണ്ടതായി വരും. ഇവിടെ ശ്രീ M ജയചന്ദ്രൻ, വ്യക്തിപരമായി താങ്കൾ ഉയർത്തിയത് ചില രാഷ്ട്രീയ വിമർശനങ്ങളാണ്, നിരീക്ഷണത്തിൻ്റെ ഭാഗമായി ഉന്നയിച്ച വിമർശനങ്ങളാണ്. ആ വിമർശനം യഥാർത്ഥത്തിൽ ഈ സമരത്തിനൊരു കാമ്പും കഴമ്പുമില്ല എന്ന് പറഞ്ഞ ഭാഗത്താണ്. പക്ഷേ അത് ശ്രീ അനിൽ ബോസിന് വളരെ
ഹർട്ട് ചെയ്യുന്ന തരത്തിലാണ് തോന്നിയത്. അദ്ദേഹം അതിനോട് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് താങ്കൾക്കെതിരെ പറഞ്ഞതുകൊണ്ട് ശ്രീ ജയചന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതിനുള്ള ഒരു അവസരം തരേണ്ടതുണ്ട്. അത് താങ്കൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും വിനിയോഗിക്കാം. ഒന്ന്, സർക്കാരിനെതിരെയോ UDF-നെതിരെ പറയുന്നതിനൊന്നും എന്നെ ഹർട്ട് ചെയ്തില്ല. അല്ല, എനിക്കെതിരെ പറഞ്ഞാലും ഹർട്ട് ചെയ്യത്തില്ല. പറഞ്ഞ മനസ്സിലായി. അതിന് അദ്ദേഹത്തെ ഒരാൾ നിയന്ത്രണം വിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അല്ല, ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ഹൂളിഗാനിസമാണ് എന്ന് പറയുന്നത് ഒരു ശക്തമായ നിരീക്ഷണമാണ്. നിങ്ങളുടെ സമരത്തിന്റെ രീതിയെ നിങ്ങൾക്ക് അത് ശരിയെന്ന് അല്ല, അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു, അത് ശരിയെന്ന് തോന്നും. ശരിയും തെറ്റും അല്ലല്ലോ, നമ്മൾ കോടതിയൊന്നും അല്ലല്ലോ നടത്തുന്നത്. ഈ ശരിയും തെറ്റും വിലയിരുത്താൻ നമ്മൾ ആരും ജഡ്ജിയുമല്ല. നമ്മൾ ജനങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, ജനങ്ങൾ അവരുടെ വിലയിരുത്തലിലേക്ക് പോട്ടെ. അദ്ദേഹം വളരെ ശക്തമായി ഈ സമരരീതി അത് തികഞ്ഞ ഹൂളിഗാനിസമാണ് എന്നിട്ടത് മലയാളത്തിൽ പരിഭാഷപ്പെട്ട് ഇത്ര ചെയ്തോളൂ. അതിൽ പക്ഷേ ശ്രീ അനിൽ ബോസ് അങ്ങേയറ്റം ക്ഷുഭിതനായി. അത് പിന്നീട് സഞ്ചരിച്ചതും വർത്തമാനം പറഞ്ഞൊക്കെ ശ്രീ ജയചന്ദ്രൻ അറിയാമല്ലോ. ഞാൻ ചോദിക്കാമെന്ന് അതിനോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ജയിക്കിനോട് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പോകുന്ന സ്ഥലങ്ങളിൽ നിരന്തരമായ സമരമില്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. പക്ഷേ ചില സ്ഥലങ്ങളിൽ പോയി സമരം ചെയ്ത് ചില വ്യക്തികളെ അതിനുവേണ്ടി, ഇന്ന് കൊടിയേരി പറഞ്ഞൊരു വാചകം ഞാൻ വീണ്ടും താങ്കളോട് ആവർത്തിക്കുന്നു, ചില വ്യക്തികളെ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഒരു സമരം ചെയ്യേണ്ടത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അനിൽ ബോസിന് അത് മനസ്സിലാവാത്ത ആളൊന്നും അല്ല ശരത്തെ. ഇത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് ഡൈവേർട്ട് ചെയ്യാണ്, ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യാൻ നടത്തുന്ന വളരെ ബോധപൂർവമായ ഒരു ശ്രമം മാത്രമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. കാരണം ഞാൻ ഹോളിഗാനിസം എന്ന് പറഞ്ഞത് അത് ഒരു ക്രിയാപദമാണല്ലോ. അനിൽ ബോസ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഇരുത്തിക്കൊണ്ടല്ലോ അത് പറയുന്നത്. ഇന്ന് നടന്ന സംഭവത്തെയാണ് ഞാൻ വിമർശിച്ചത് ഹോളിഗാനിസം എന്ന് പറഞ്ഞത്. അത് ചെയ്തത് ആരാണോ, അത് ഏത് സംഘടനയാണോ, അത് അവരെയാണ് ബാധിക്കേണ്ടത്. അവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഡിബേറ്റിംഗ് പോയിന്റ് അവിടെയാണ്. പക്ഷേ അതിന് എന്നെ പറഞ്ഞു എന്നാക്കി മാറ്റാനാണ് അനിൽ ബോസ് ശ്രമിച്ചത്. ഞാൻ അനിൽ ബോസിനെ അത്തരത്തിലൊരു പദം ഉപയോഗിച്ച് വിശേഷിപ്പിച്ചിട്ടേ ഇല്ല, പരാമർശിച്ചിട്ടുമില്ല. അതെൻ്റെ പണിയുമല്ല. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെയും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ്. ഇന്നലെ ചെയ്തിട്ടില്ല, ഇപ്പോഴും ഇല്ല, നാളെ ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞത് ആ പ്രവൃത്തിയെയാണ്. അതിനെ താങ്കൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്, വളച്ചൊടിക്കാൻ ശ്രമിച്ചത്? അത് പിന്നെ ഈ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അമർത്യ സെന്നിൻ്റെ. സൗകര്യം പോലെ സമയം പോലെ അതൊന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അനിൽ ബോസെ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, വ്യക്തമായിട്ടും പറയുന്നുണ്ട്, നമുക്ക് പിന്നെ ഈ ഡിബേറ്റുകൾ വരുമ്പോഴേക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തെന്നി മാറാൻ കഴിയുന്ന ഒരു എളുപ്പ വഴി പേഴ്സണലൈസ് ചെയ്യുക, ഇഷ്യൂ പേഴ്സണലൈസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫോക്കസ് മാറും. അതുതന്നെ ഇവിടെ കണ്ടത്. കാരണം ശരത്ത് ഉന്നയിച്ച വിഷയം, അതിൻ്റെ ന്യൂക്ലിയസ് എന്തായിരുന്നു? മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ കരിങ്കൊടി. അതായിരുന്നല്ലോ ഇന്നത്തെ ഡിബേറ്റിംഗ് ഇഷ്യൂവിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതിൽ എന്താണ് താങ്കളുടെ സംഭാവന? അതിനെപ്പറ്റി എന്താണ് താങ്കൾ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ഈ ചർച്ചയിൽ വന്നിരുന്ന് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് അത് സ്വയം റേറ്റ് ചെയ്യുക, സ്വയം അസസ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു രൂപത്തിൽ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നുമില്ല. പക്ഷേ ഇങ്ങനെയല്ല. ഇത് പിന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴേക്ക് നമ്മൾ എന്താണോ ഡിബേറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന വിഷയം, ആ വിഷയത്തിലേക്കാണ് വരേണ്ടത്. ആ വിഷയം ചർച്ച ചെയ്താലേ അത്തരത്തിലുള്ള കാര്യങ്ങളോട് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതുപോലെ തന്നെ ഈ ചിന്തൻ ശിബിറിനെക്കുറിച്ച് ഞാൻ ദേശാഭിമാനി മാത്രമാണോ വായിക്കുന്നത് എന്നുള്ള എൻ്റെ ക്രെഡൻഷ്യൽസ് നിങ്ങളെന്തിനാണ് അനിൽ ബോസ് നോക്കുന്നത്? എൻ്റെ ക്രെഡൻഷ്യൽസ് ഒരിക്കലും ഞാൻ രഹസ്യമായിട്ട് വെച്ചിട്ടില്ല. അതൊക്കെ ഓപ്പണായിട്ട് കിടക്കുന്ന കാര്യമാണ്. എന്താണ് ഓരോരുത്തരുടെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ക്രെഡൻഷ്യൽസ് എന്നുള്ളത്, അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ദേശാഭിമാനി മാത്രമാണോ വായിക്കുന്നത്, എത്ര പത്രങ്ങൾ വായിക്കുന്നു, ഇതൊക്കെ ഈ ചർച്ചയിലാണോ പിന്നെ അവതരിപ്പിക്കേണ്ട വിഷയം? ഞാൻ പറഞ്ഞത് എന്താണ്, ചിന്തൻ ശിബിറിൽ നിങ്ങളുടെ ചർച്ചയെന്ന് പറയുന്നത് അത് മാത്രമാണ് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. അത് തുടങ്ങുന്നതിന് മുമ്പും അത് തുടങ്ങിയതിന് ശേഷവും നിങ്ങളുടെ നേതാക്കൾ നടത്താൻ ശ്രമിച്ച ചർച്ച, പ്രത്യേകിച്ചും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നടത്താൻ ശ്രമിച്ച ചർച്ച, ഉയർത്തിക്കൊണ്ടുവന്ന ചർച്ച എന്താണ്? CPM വലതുപക്ഷ സ്വഭാവമായിരിക്കുന്നു. ഇതാണ് നിങ്ങൾക്കാണ് ഇടതുപക്ഷ സ്വഭാവം ഇപ്പോൾ ഉള്ളത്. ഇതാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അത് പക്ഷേ കേരളീയ സമൂഹം എടുത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിന് എന്തൊക്കെയാണ് പിന്നെ ഇങ്ങോട്ട് എന്നെ ആക്ഷേപിക്കുന്നത്? എനിക്കതൊന്നും തർക്കമൊന്നുമില്ല. നിങ്ങളെ എന്നെ ആക്ഷേപിക്കരുതെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കം ടു ദ പോയിന്റ്, ഇതാ ഞാൻ പറയൂ. നമ്മളുടെ ഡിബേറ്റിംഗ് ഇഷ്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ കരിങ്കൊടി പ്രതിഷേധമാണ്. അതിലേക്ക് വരൂ, അവിടെ ചർച്ച ചെയ്യൂ. ഞാൻ അതിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് എനിക്കതേ പറയാനുള്ളൂ. അതിൽ തന്നെ ഒരു കാര്യം, ഈ സമരം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നു, സമരം അതിരുകടന്ന നിലയിലേക്ക് മാറുന്നുണ്ടോ എന്ന് ചർച്ച ചെയ്യാൻ വിധേയമാകുന്നത്, അല്ലെങ്കിൽ അതിനൊരു അവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് സമരരീതിയുമായി ബന്ധപ്പെട്ടാണല്ലോ.
ഇപ്പോൾ ഈ സമരം യൂത്ത് കോൺഗ്രസ്, ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കും അനുഭാവികൾക്കും അത് ശക്തമായി സമരം ചെയ്യുന്നു എന്നൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ യഥാർത്ഥത്തിൽ കഴിയുന്നുണ്ടാകും. പക്ഷേ ഇവിടെ പ്രശ്നം പൊതുസമൂഹം എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണല്ലോ. ആ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു വലിയ രാഷ്ട്രീയ സമരമായി ഇതിനെ എത്തിക്കാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞോ? ശ്രീ ജയചന്ദ്രൻ. ഇതെങ്ങനെ കഴിയും? അല്ല, അതെങ്ങനെ കഴിയും ശരത്? ഇത് ഈ പ്രതിഷേധത്തിന് ഒരു മുദ്രാവാക്യമില്ല, പക്ഷെ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, മുഖ്യമന്ത്രിക്കെതിരായിരിക്കുക, അതാണ് അജണ്ട. മുഖ്യമന്ത്രിക്കെതിരായി എന്തും ചെയ്യുക, അതാണ് അജണ്ട. അത് ആ ഒരു അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഉപകരണം, അതാണ് കരിങ്കൊടി. ആ ഉപകരണത്തിനെ എങ്ങനെ അവർ വിനിയോഗിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വ്യാഖ്യാനിക്കുന്നത്. പ്രതിഷേധ പ്രകടനം ബാധകമാണോ? അത് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണ് സാർ ഈ പ്രതിഷേധ പ്രകടനം? പ്രതിഷേധ പ്രകടനത്തിന് ഒരു കാരണം വേണ്ടേ? പിന്നെ ഈ മാസം 20-ാം തീയതി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ നിയമസഭയിൽ വെച്ച്, ഈ ജെയ്ക്ക് സി തോമസ് സൂചിപ്പിച്ച കാര്യം, ജെയ്ക്ക് പറഞ്ഞല്ലോ അത്, ഈ കുഞ്ഞുങ്ങളുടെ കാര്യം. ഞങ്ങളുടെ കുട്ടികൾ അവർ ക്രിമിനൽ കുറ്റമാണോ വല്ലതും ചെയ്തത്? അവരൊരു പ്രതിഷേധം വിമാനത്തിൽ വെച്ച് കാണിച്ചതല്ലേ ഉള്ളൂ എന്ന് വി.ഡി. സതീശൻ്റെ ചോദ്യം. അതിനാണ് മുഖ്യമന്ത്രി ഈ മാസം 20-ന് സഭയിൽ മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്തായിരുന്നു? എന്ത് തരം കുഞ്ഞുങ്ങളാണിത്? 19 കേസിൽ പ്രതിയാണ് ഒരു കുഞ്ഞ്. ഇത്തരം ആൾക്കാരെ ഒക്കത്തെടുത്ത് നടക്കുന്നവരുണ്ടാവും. പ്രതിപക്ഷ നേതാവ് ദയവായി അതിന് ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. അതല്ലേ അവസ്ഥ? അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യത്തിനെ കുറിച്ചാണല്ലോ ജയിക്ക് ഇപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ സമരത്തിന് ഒരു അജണ്ടയുണ്ട്, അത് മുഖ്യമന്ത്രിക്കെതിരായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ ചെലവാകുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ വിഷയം. അതാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. ഇതുമായി ബന്ധപ്പെട്ടുകൊടുത്ത ഈ സമര രീതി, ആ സമരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുയരുന്ന വിമർശനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം ശ്രീ എം ജയചന്ദ്രൻ മുന്നോട്ട് വെച്ച നിരീക്ഷണം അതാണ്. ഞാൻ ജയിക്കിലേക്കും അതുപോലെ ശ്രീ അനിൽ ബോസിലേക്കും മടങ്ങി വരാം. ശ്രീ അനിൽ ബോസ്, സാധാരണ സമരം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അധികം സമര കാരണങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനായിരിക്കും സമരത്തിന് ഇറങ്ങുന്ന ആളുകൾ കൂടുതലായും ശ്രദ്ധിക്കുക. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് ഈ ചർച്ച തുടങ്ങി ഈ നിമിഷം വരെയും എന്തിന് ഇന്നിങ്ങനൊരു അതിക്രമം കാട്ടി അതിൻ്റെ ന്യായീകരണത്തിന് വിഷയത്തിലേക്ക് പോകാൻ ഒരു തവണ പോലും താങ്കൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ രണ്ടുപേരുടെ, ഇപ്പോൾ ജയിക്കിൻ്റെ ആയാലും ശ്രീ ജയചന്ദ്രൻ്റെ ആയാലും ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇഡിക്കെതിരെ രാജ്യം മുഴുവൻ സമരം ചെയ്യുന്ന കോൺഗ്രസ് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൻ്റെ ചില്ലിൽ സ്പർശിക്കാനും അതിൽ തട്ടാനും അല്ലെങ്കിൽ അത് പൊട്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതിൻ്റെ യുക്തി എന്താണ്? ശരത്തെ, ഈ കേരളത്തിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നത് താങ്കൾ അറിയുന്നുണ്ടോ? ഇന്ന് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച ആളുകൾക്ക് പണം കിട്ടാത്തതിന്റെ പേരിൽ ഒരു മൃതശരീരം ഒരു കരുവണ്ണൂർ സംഘത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചത് താങ്കൾ സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ഇൻഫ്ലേഷൻ ആണ് കേരള. അങ്ങ് കള്ളം പറയല്ലേ. മാത്രമല്ല, നമ്മുടെ എംപിമാര് ഓരോരുത്തരും ഈ വിലക്കയറ്റത്തിൽ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് ലോക്സഭയിൽ കൊടുത്തു കഷ്ടപ്പെടുകയാണ്. ഇപ്പൊ തിങ്കളാഴ്ച സർക്കാർ ഒടുവിൽ വിലക്കയറ്റത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറായി. കേരളത്തിൽ കോൺഗ്രസിന് ഇത് മുഖ്യമന്ത്രിയുടെ സംഭാവനയായിട്ടാണ് ശ്രീ അനിൽ ബോസ് കാണുന്നത്. റൈറ്റ്, പറഞ്ഞോളൂ, പൂർത്തിയായിക്കോളൂ. അല്ല, ഞാൻ കാര്യത്തിലോട്ട് വന്നോട്ടെ. നിങ്ങൾ 3 പേരോട് ഇങ്ങനെ അല്ലല്ല നിങ്ങൾ അനിൽ ബോസ് ചോദിച്ചു മേടിച്ചാണ്. നേരത്തെ ജയിക്ക് സംസാരിച്ചപ്പോൾ ഇതുപോലെ ഇടപെട്ടത് കൊണ്ടാണ് ജയിക്ക് അപ്പോൾ തന്നെ മറുപടി വേണം. അനിൽ ബോസ് മറുപടി വേണം. അല്ലല്ല, ഞാൻ പറയട്ടെ എന്ന്. നിങ്ങൾ ഇടപെട്ടോ? എനിക്ക് ഇടപെടണോ? ഞാൻ നിർത്തിത്തരാം. ഇടപെട്ടോ? വല്ലതും പറയാണ്ടേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അല്ല, പറഞ്ഞോ താങ്കൾ പറ. താങ്കൾ ഇനി പറയാണ്ട് പറ. ശരത്ത് പറയാ, ജയചന്ദ്രൻ കഴിഞ്ഞോ? ഞാൻ പറയാൻ വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനെതിരെയും വ്യാപകമായി ഉയർന്നു വന്ന ആക്ഷേപം എന്നും ആവർത്തിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അതെൻ്റെ ഔചിത്യമാണ്. ഈ ചർച്ചയിൽ കാണിച്ച എൻ്റെ ഔചിത്യമാണ്. നിയമസഭയ്ക്കകത്ത് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന MLA ഉയർത്തിക്കൊണ്ടുവന്ന ആക്ഷേപത്തോട് പിണറായി വിജയൻ കാണിച്ച അസ്വസ്ഥത ഈ ചർച്ചയിൽ ഞാൻ കാണിച്ചിട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണിച്ച അസ്വസ്ഥത ഞാൻ കാണിച്ചിട്ടില്ല. സ്വന്തം മകൾ അംഗീകരിച്ച ഒരു കാര്യം പരസ്യമായി സഭയിൽ നിഷേധിക്കാൻ യാതൊരു നാണക്കേടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് തോന്നിയില്ല. അദ്ദേഹം അപ്പോൾ കാണിച്ച ജൽപ്പനങ്ങൾ അതേ ഭാഷയിലും അതേ അർത്ഥത്തിലും വൈകാരികമായി ഞാൻ പ്രതികരിച്ചില്ല.
ഇവിടെ ഇപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞു എനിക്കെതിരെയല്ല, പാർട്ടിക്കും പാർട്ടിയിൽ സമരം ചെയ്തവർക്കെതിരെയാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ തന്നെ അല്ല പറഞ്ഞത്. ജയചന്ദ്രൻ ഒന്നുകൂടെ കേട്ടു നോക്ക്. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാനാണെന്ന്, ഈ പാർട്ടിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ പറയുന്ന വിഷയത്തിൽ പോക്കർത്തരം കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷയിൽ ഞാൻ തിരിച്ചു പറയും. അതിനുശേഷം പിന്നെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സമരം ചെയ്തവരാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അത് രണ്ടുപേരും പറഞ്ഞല്ലോ. കേട്ടു നോക്കിയാൽ അത് മനസ്സിലാവും. വിഷയത്തിലേക്ക് അല്ല, ഞാൻ പറഞ്ഞു ക്ലാരിറ്റി വരുത്തണ്ടേ. അതെ, കഴിഞ്ഞു. അത് ഞാൻ ചോദിക്കുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അത് കേവലം ഒരു പറയുന്നതിനപ്പുറം കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഞാൻ പറയാമെന്ന്, കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കസ്റ്റംസ് ഓഫീസറായിട്ടുള്ള സുമിത് കുമാർ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഉണ്ട് ശരത്തെ. ആ അഫിഡവിറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ പ്രതികരണങ്ങളല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ആ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ ഏത് കാലം അങ്ങനെയൊന്നുമല്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നിങ്ങൾ സമരം സീസണലായി ചെയ്യുന്നതിന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി, അതിന് കൂടുതൽ വിശ്വാസ്യത വന്നിട്ടുണ്ട്, അതിന്റെ പേരിലാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. നിങ്ങൾ ഈ കേസന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ വിവാദത്തിന്റെ ഒന്നാം ഘട്ടത്തിലെ തിരക്കഥ വീണ്ടും എടുത്ത് വായിക്കാനാണ് അനിൽ ബോസ് ശ്രമിക്കുന്നത്. ആ വ്യത്യാസം ഒരു ഫാക്ട് പറയുമ്പോ എന്താ അസ്വസ്ഥത? ഇത് പറയണ്ടേ? താങ്കൾ എന്തിനാ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആകുന്നത്? അത് താങ്കളുടെ തോന്നലാണ്. അത് അനിൽ ബോസിന്റെ തോന്നലാണ്. പറയുന്നതിലെ ഒരു പിശക് ചൂണ്ടിക്കാണിക്കുമ്പോ അതെങ്ങനെയാ പിശകാകുന്നേ? അല്ലല്ല, ഒരു കേസ് ഓൺ ഗോയിങ് ആണ്. ആ കേസിൽ അതിന്റെ പേരിൽ അല്ലല്ലോ സാർ ഇപ്പൊ സമരം ചെയ്യുന്നത്. അല്ല, തെറ്റ് അതിന്റെ പേരിൽ അല്ല. സ്വപ്ന രണ്ടാമത് വന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് സംഭാവന ചെയ്തപ്പോൾ നിങ്ങൾ സമരമായി ചെയ്തു ഇറങ്ങി. അതൊരു പരസ്യമായ യാഥാർത്ഥ്യമല്ലേ? അല്ല, നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് സമരം ചെയ്യുന്നതെന്ന്. CPM-ന്റെ ഓഫീസിൽ അതല്ലല്ലോ നമ്മൾ സംസാരിച്ചത്. സമരം ചെയ്യുന്നത് ഇതല്ലല്ലോ ചാനൽ ആങ്കർ തീരുമാനിക്കുന്നത് അനുസരിച്ചാണ് ഞങ്ങൾ സമരം. അതല്ലല്ലോ നമ്മൾ ചർച്ച ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനാ അസ്വസ്ഥമായ സമര രീതിയെ കുറിച്ചല്ല സാർ സംസാരിച്ചത്. എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? നിങ്ങൾ എന്റെ നേരെയാണ് വന്ന് ഞാൻ മറുപടിയും പറഞ്ഞില്ല. അല്ലല്ല, അങ്ങനെ പറയാൻ പാടില്ലോ. താങ്കൾ നിഷ്പക്ഷമായിട്ട് നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളല്ലേ എനിക്ക് നിഷ്പക്ഷതയില്ല എന്ന് പറഞ്ഞ് ഒരു വാദം മുന്നോട്ട് വെച്ചത്. ഞാൻ അതിന്റെ കാരണമാണ് പറഞ്ഞത്. സമരം എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കാനല്ല ഞാൻ വന്നത്, അതിന്റെ പണിയുമല്ല. അല്ലല്ല, നിങ്ങൾ തീരുമാനിക്കേണ്ട. ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് വിഷയം, മകളുടെ കമ്പനിയുടെ മെന്ററുമായി ബന്ധപ്പെട്ട വിഷയം, സുമിത് കുമാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ്, പിന്നീട് അത് ഒത്തുതീർപ്പുണ്ടാക്കാൻ, കുഴൽപ്പണ ഇടപാടുമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അത് പരിഹരിക്കാൻ കഴിയാതെ വീണ്ടും ആ വിഷയം ഉയർന്നു വരുമ്പോൾ ഒരു ഘട്ടത്തിലും ഞങ്ങളോ ഞങ്ങളുടെ പാർട്ടിയോ പ്രതിപക്ഷ നേതാവോ പോലും രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ല സ്ഥലത്തെ. ആ സമയത്തും ഞങ്ങൾ വളരെ ക്ഷമയോടുകൂടി കാത്തിരുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രിയോട് കാണിച്ചൊന്നും ഞങ്ങൾ കാണിച്ചില്ല. ഇവിടെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയിക്കിനോട് ചോദിച്ചു, ജയിക്ക് എത്ര കേസിൽ പ്രതിയാണെന്ന് ഞാൻ ചോദിച്ചു. അല്ല, ജയിക്ക് എത്ര കേസിൽ പ്രതിയാണെന്ന് ചോദിച്ചു. എന്താ ഉത്തരം പറയാഞ്ഞത്? ജയിക്ക് SFIയുടെ ഭാരവാഹിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ സെക്രട്ടറി എവിടാ? ആർഷോ? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി എവിടെയാണ്? കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടോ? അല്ല, ചോദ്യം മാത്രം പോരല്ലോ, അദ്ദേഹം പറയട്ടെ. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീമിനെതിരെ ശരിയല്ല. നിങ്ങൾ ചോദ്യം ചോദിച്ചു, ഉത്തരം പറയട്ടെ. അനിൽ ബോസ്, നിങ്ങൾ ചോദ്യം ചോദിച്ചു, ഉത്തരം പറയട്ടെ. അല്ലെന്നേ, ചോദ്യം തീർന്നില്ലെന്ന്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് അറസ്റ്റ് വാറണ്ട് ഉണ്ട്. എന്താ നിങ്ങളുടെ നിലപാട്? നിങ്ങളുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയെ ചുരുക്കി വേണം, നമ്മുടെ ചർച്ച അവസാനിക്കുന്ന സമയമാണ്. ഈ സംവാദത്തിന്റെ നക്ഷൽ അഥവാ മർമ്മം എന്ന് പറയുന്നത് വിമാനത്തിനുള്ളിൽ മുതൽ റോഡിലൂടെ നടക്കുമ്പോൾ മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ അക്രമ സ്വഭാവത്തോടുകൂടെ അപായ സ്വഭാവമുള്ള ഈ ശരിയല്ലാത്ത പ്രതിഷേധം ഉയർത്താൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇതുവരെ ഇപ്പോഴത്തെ ചർച്ച 1 മണിക്കൂർ എടുക്കുന്നു. ഇതുവരെ നട്ടാൽ കുരുക്കാത്ത നുണകളും അർദ്ധസത്യങ്ങളും പറയാൻ കാണിക്കുന്നതിന്റെ 4-1 ഞങ്ങളുടെ സമരത്തിന്റെ മുദ്രാവാക്യം എന്ത് എന്ന ലളിതമായ ചോദ്യത്തിന് മറുപടിയില്ല കോൺഗ്രസ് നേതാവിന്.
ഇത് പ്രേക്ഷകർ കാണണം. അതായത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെ ചില്ലിടിച്ച് തകർക്കാൻ ശ്രമിക്കുന്നു, വിമാനത്തിനുള്ളിൽ ഗുണ്ടാ സംഘം അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്താ നിങ്ങളുടെ സമരത്തിന്റെ മുദ്രാവാക്യം? ഞങ്ങളുടെ സമരത്തിന് മുദ്രാവാക്യം ഇല്ല. എന്താ നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഗുണ്ടാ സംഘങ്ങളുമായി നാടിന്റെ തെരുവിൽ പ്രത്യക്ഷപ്പെട്ട് ക്രമസമാധാന പാലനം തകർത്ത് കേരളത്തിൽ അരാജകത്വവും കേരളത്തിൽ ക്രമസമാധാനമില്ലായ്മയുമാണ് എന്ന് പരത്തി തീർക്കുന്നത് 10 മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടെ കുറച്ച് ചർച്ച സംഘടിപ്പിച്ച് ഇങ്ങനെ പോകണം. ഇത് മാത്രമാണ് ഇന്നത്തെ കോൺഗ്രസ്. ചിന്തൻ ശിബിറിനെ സംബന്ധിച്ചും പാലക്കാട് നടന്ന യൂത്ത് കോൺഗ്രസ് ശിബിറിനെ സംബന്ധിച്ചും നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും രാഷ്ട്രീയമായി യുക്തിസഹമായി കേരളത്തിന്റെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന അന്തസ്സുള്ള ഒരു മറുപടിയും നിങ്ങൾക്ക് പറയാനില്ല. കേസുകളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ കേസിൽ പ്രതിയാണ്. ആവർത്തിച്ച് സൂക്ഷ്മതയിൽ ഞാൻ ചോദിച്ചു, ആളെ കൊല്ലാൻ ശ്രമിച്ച എത്ര കേസിൽ ഞാൻ പ്രതി? ആളെ കൊല്ലാൻ ശ്രമിച്ച എത്ര കേസിൽ നിങ്ങൾ സൂചിപ്പിച്ച ആളുകൾ പ്രതി? നിങ്ങളുടെ ആളുകളോ ആളെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിയാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ മുൻ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തര മന്ത്രിയായിരിക്കെ കേസെടുത്തു ഇയാൾക്കെതിരെ. UDF ഉം LDF ഉം ഒരേപോലെ കേസെടുത്ത ഒരു നരാധമനെയാണ് വിമാനത്തിനുള്ളിൽ ടിക്കറ്റ് എടുത്ത് DCCയുടെ നേതൃത്വത്തിൽ 36,000 രൂപ ചെല്ലും ചെലവും കൊടുത്ത് മുഖ്യമന്ത്രി ആക്രമിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നത്. ഈ സമര ആഭാസം കേരളം തിരിച്ചറിയും. നിങ്ങൾ കൂടുതൽ ഒറ്റപ്പെടും. അത്ര മാത്രമേ ഞാൻ പറയുന്നു. വളരെയധികം ജെക്സി തോമസ്, ശ്രീ അനിൽ ബോസ്, ശ്രീ M ജയചന്ദ്രൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തിലെത്തുകയാണ്. 9 മണിയാകുന്നു.